أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. എന്നാൽ ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ അവൻ്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുന്നവരാകും. നമ്മൾ ഈ ആയത്തിൻ്റെ, അതായത് നമ്മുടെ അൽ ബഖറ 21, 22 ആയത്തുകൾ, ഈ ആയത്തുകളുടെ അർത്ഥം നമ്മൾ എന്ത് ചെയ്തു? ഇബ്നു കസീറിൽ നമ്മളത് പറഞ്ഞിരുന്നു, അതിൻ്റെ വ്യാഖ്യാനം. ഇനി നമുക്ക് റാസിമാമിൻ്റെ അഭിപ്രായങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതിലെല്ലാം പറയണില്ല, അതിന് മുമ്പ് പറഞ്ഞതൊക്കെ ഒരുപാട് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. നല്ല ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇനി ചില കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞല്ലോ, അമ്മാ ഖൗലു റബ്ബുക്കും വറബ്ബു ആബ റബ്ബക്കും വറബ്ബ ആബ വല്ലദീൻ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച, എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾ തീർച്ചയായിട്ടും അള്ളാഹിൻ്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കുന്നവരാകും. ഫഫീഹി മസായിലു, ഈ പറഞ്ഞതിൽ ചില മസ്അലകളുണ്ട്. അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല, യോലം നീ അറിയണം, അന്നഹു സുബ്ഹാനഹു തആല അല്ലാഹു തആല ലമ്മ അമറ ബി ഇബാദത്തി റബ്ബി, റബ്ബിനെ ആരാധിക്കണമെന്ന് കൽപ്പിച്ചപ്പോൾ അർദഫഹു, അതിനെ അള്ളാഹ് തുടർത്തിക്കൊണ്ടുവന്നു, ബിമാ യദുല്ലു അലാ വുജൂദി സാനിഇ, സൃഷ്ടാവ് ഉണ്ടെന്നതിൻ്റെ മേൽ അറിയിക്കുന്ന തെളിവ് കൊണ്ടുവന്നു. അതെന്താണ് ആ തെളിവ്? വഹുവ ഖൽഖുൽ മുക്കല്ലഫീന വ ഖൽഖു മൻ ഖബലഹും. ഇപ്പോൾ ഈ കീർത്തിക്കപ്പെട്ട, അതായത് മുക്കല്ലഫീങ്ങളായ ആളുകളെ സൃഷ്ടിക്കലും അവർക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിക്കലാണ്. ആരോടാണ് പറയുന്നത്? അവരെ അള്ളാഹ് സൃഷ്ടിച്ചതല്ലേ, ഈ ജനങ്ങളെയൊക്കെ അള്ളാഹ് സൃഷ്ടിച്ചതാണ്, അവർക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചതാണ് എന്നുള്ളതാണ് എന്താണ് സൃഷ്ടാവ് ഉണ്ടെന്നതിന് തെളിവ്. വഹാദ യദില്ലു, ഇത് അറിയിക്കും, എന്താണ് അറിയിക്കുന്നത്? അലാ അന്നഹു ലാ തരീഖ ഇലാ മാരിഫത്തില്ലാഹി തആല ഇല്ലാ ബിൻ നളിരി വൽ ഇസ്തിദ്ലാലി, ചിന്ത കൊണ്ടും തെളിവ് കൊണ്ടുമല്ലാതെ അള്ളാഹുവിനെ അറിയുന്നതിലേക്ക് മാർഗമില്ല എന്നിത് അറിയിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മേൽ തെളിവെന്താ? വഹാദാ യദുൽ, ഇത് അറിയിക്കും അലാ അന്നഹു ലാ തരീഖ ഇലാ മാരിഫത്തില്ല, അള്ളാഹിനെ അറിയാവുന്നതിലേക്കൊരു മാർഗ്ഗമില്ല, ഇല്ലാ ബിൻ നളിരി വൽ ഇസ്തിദ്ലാലി, ചിന്തയും തെളിവും കൊണ്ടല്ലാതെ എന്തില്ല? അതിന് മാർഗമില്ല, അള്ളാഹിനെ അറിയാനുള്ള മാർഗ്ഗമില്ല. വ താന കൗമുൻ, ഒരു ജനത, മിനൽ ഹശ്വിയയിൽപ്പെട്ട, ഹശ്വിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ജനത, ഫി ഹാദിഹി ത്വരീഖത്ത്, ഈ മാർഗം അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ ആക്ഷേപിച്ചു ഈ മാർഗത്തെ. വഖാലു, അവർ പറഞ്ഞു, അൽ ഇസ്തിഖാലു ബിഹാദൽ ഇൽമി ബിദ്അത്തുൻ, ഈ നളർ ഇസ്തിദ്ലാൽ കൊണ്ടുള്ള ഇൽമ്, അതുകൊണ്ട് ജോലിയാകൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞു. വലന, നമുക്കുണ്ട് ബിസ്ബാത്തി മദ്ഹബിന, നമ്മുടെ മദ്ഹബിനെ സുബൂത്താക്കാൻ ഉജൂഹൻ നഖലിയത്തൻ വാഖലിയ, നഖലി ബുദ്ധിപരമായ തെളിവും നഖലിയായ നഖലായിട്ട് വന്നതും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെ അടുത്ത് നിന്ന് വന്നതുകൊണ്ട്, അതുപോലെ തന്നെ ബുദ്ധിപരമായ തെളിവും നമ്മുടെ മദ്ഹബ് സ്ഥിരപ്പെടുത്താൻ നമുക്കുണ്ട്. വഹാവുന സലാസു മക്കാമത്, അപ്പോൾ ഇവിടെ 3 മക്കാമുകളുണ്ട് അവിടെ സ്ഥിരപ്പെടുത്താൻ. അൽ മക്കാമുൽ അവ്വൽ, ഒന്നാമത്തെ മക്കാം എന്താ? അത് ഫി ബയാനി ഫളി ഹാദൽ ഇൽമി, നളർ ഇസ്തിദ്ലാലിൻ്റെ ഇൽമ് അതിന് ശ്രേഷ്ഠതയുണ്ടെന്ന് വിശദീകരിക്കലാണ്. വഹുവ മിൻ വുജൂഹിൻ, അത് പല വജഹിലൂടെയും വിശദീകരിക്കാം. അഹദുഹ, അത് ഒന്നാമത്തേത്, അന്ന ഷറഫൽ ഇൽമി, അറിവിൻ്റെ ശ്രേഷ്ഠത, ബി ഷറഫിൽ മഅലൂമി, മഅലൂമിൻ്റെ ഷറഫ് കൊണ്ടിട്ടാണ്. ഒരു വസ്തുവിനെ പറ്റി അറിയുക, വസ്തു ഏതാണെന്ന് അറിയുമ്പോഴല്ലേ അതിനെപ്പറ്റിയുള്ള അറിവിനാണ് ശ്രേഷ്ഠത ഉണ്ടാകുക. വസ്തുവിന് ഷറഫുണ്ടോ, അപ്പോൾ ആ വസ്തുവിനെ പറ്റി അറിയലിനും ഷറഫുണ്ടാകും. അപ്പോൾ മഹ്മാ കാനൽ മാലൂമു അഷ്റഫ, അപ്പോൾ മാലൂമ് അഷ്റഫാകുമ്പോൾ, പഠിക്കപ്പെടുന്ന വസ്തു അഷ്റഫാകുമ്പോൾ, കാനൽ ഇൽമു ഹാസിലു ബിഹി, അതുകൊണ്ട് കരസ്ഥമാകുന്ന ഇൽമും അഷ്റഫാകും, അതും മഹത്വമുള്ളതാകും. ഫലമാ കാന അഷ്റഫൽ മാലൂമാത്തി, അപ്പോൾ മാലൂമാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠം ദാത്തുൽ അള്ളാഹു ആണ്, അല്ലേ? അറിയപ്പെടേണ്ട വസ്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അള്ളാഹു അല്ലേ? അവൻ്റെ സിഫാത്ത്, അവൻ്റെ സിഫത്തുകളുമാണ്. അപ്പോൾ വജബ യകൂനൽ ഇൽമുൽ മുതഅല്ലിഖു ബിഹി, അപ്പോൾ
അതിനോട് ബന്ധിച്ച അറിവാകലായി നിർബന്ധമായി. അഷ്റഫൽ ഉലൂമി ഇൽമുകൾ ഏറ്റവും മഹത്വമുള്ള ഇൽമാകൽ നിർബന്ധമായി. ഇനി വസാനിയ രണ്ടാമത്തേത് അനൽ ഇൽമ അറിവ് ഒന്നുകിൽ ഇമായക്കൂന ദീനി, ഒന്നുകിൽ ദീനിയാകണം. അത് ഗൈറ ദീനി അല്ലെങ്കിൽ ദീനി അല്ലാത്തതാണ്. അറിവൊന്നുകിൽ ദീനിയാണ് അല്ലെങ്കിൽ ദീനി അല്ലാത്തതാണ്. ദീനിപരമായ ഇൽമു മതപരമായ ഇൽമ അല്ലെങ്കിൽ മതപരമല്ലാത്ത ഇൽമു. പലാശക്ക സംശയമില്ലല്ലോ അന്നൽ ഇൽമ ദീനി അഷ്റഫു മിൻ ഗൈരി ദീനി, ദീനുമായി ബന്ധിച്ച ഇൽമാണല്ലോ ദീന് മതപരമല്ലാത്തതിനേക്കാൾ ഏറ്റവും സ്ഥാനമുള്ളതെന്ന് സംശയമില്ലല്ലോ. വാമൽ ഇൽമു ദീനി, അപ്പോൾ ദീനിയ ഇൽമു തന്നെ ഫൈനമായ കൂന ഒന്നുകിൽ അതാകും ഹുവൽ ഇൽമൽ ഉസൂലിൻ്റെ ഇൽമാകും. ഔമ അദാഹു അല്ലെങ്കിൽ ഉസൂലിൻ്റെ ഇൽമ അല്ലാത്തതാകും. അമ്മാമ അദാഹു ഉസൂലിൻ്റെ ഇൽമ അല്ലാത്തത് ഫൈനഹു തതവഫഖു സിഹത്തുഹു അലാ ഇൽമുൽ ഉസൂലി. ഈ ഉസൂലുൽ ഇൽമ അല്ലാത്ത അത് സ്ഥിരപ്പെടുന്നത് അതിൻ്റെ തവക്കുഫ് എന്തിൻ്റെ മേലെ, അതിൻ്റെ ശരി സ്ഥിരപ്പെടുന്നത് ഉസൂലിൻ്റെ ഇൽമിൻ്റെ മേലാണല്ലോ. കാരണം അന്നൽ മുഫസ്സിർ വ്യാഖ്യാനിക്കുന്നവൻ ഇന്നമായ ബസു അയാൾ ചർച്ച ചെയ്യുന്നത് മാനി കലാമില്ലാഹി അള്ളാഹുവിൻ്റെ കലാമിൻ്റെ അർത്ഥമാണ് ചർച്ച ചെയ്യുന്നത്. വദാലിക്ക അത് ഫറോൻ അല വുജൂദി സാനി, അത് സിട്ടാവ് ഉണ്ടെന്നതിൻ്റെ മേലുള്ള ഫറാണല്ലോ. അൽ മുഖ്താരിൽ മുത്തക്കല്ലിമി സ്വയം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനും സംസാരിക്കുന്നവനുമായ ഒരു സിട്ടാവ് ഉണ്ടെന്നതിൻ്റെ മേൽ ഫറായിട്ടാണ് എന്ത് വരിക, അതിൻ്റെ മേൽ ഘടകമായിട്ടാണ് എന്ത് വരിക, അള്ളാഹിൻ്റെ കലാമിനെ വിശദീകരിക്കൽ വരാ. അമ്മൽ മുഹദ്ദിസ്, അപ്പോൾ മുഹദ്ദിസ് ഹദീസ് പറയുന്ന ആൾ ഫൈനമായ ബസു അദ്ദേഹം ചർച്ച ചെയ്യുന്നവൻ കലാമിർ റസൂലില്ല റസൂലിൻ്റെ കലാമിനെ പറ്റിയല്ലേ. വദാലിക്ക അത് ഫറോൻ അലാ സുബൂത്തു നുബുവത്തിഹി, അത് റസൂൽ ഉണ്ട് എന്ന് റസൂലിൻ്റെ നുബുവത്ത് സ്ഥിരപ്പെട്ടതിൻ്റെ മേലുള്ള ഫറാണ് അത്. അൽ ഫഖീഹു കർമ്മശാസ്ത്ര പണ്ഡിതൻ ഇന്നമായ ബസു അയാൾ ചർച്ച ചെയ്യും അൻ അഹ്കാമിൽ അള്ളാഹിൻ്റെ ഹുക്കുമുകളെ പറ്റി. വദാലിക്ക ഫറോൻ അതും ഫറാണല്ലോ അല തൗഹീദി വൻ നുബുവത്തി, തൗഹീദിൻ്റെയും നുബുവത്തിൻ്റെയും ഫറായിട്ടാണ് ഇത് വരുന്നത്, അള്ളാഹിൻ്റെ ഹുക്കുമുകളെ പറ്റി ചർച്ച വരുന്നത്. അപ്പോൾ ഫസബത്ത് സ്ഥിരപ്പെട്ടു അന്നഹാദിൽ ഉലൂമ, അപ്പോൾ ഈ ഇൽമുകൾ മുഫ്തഖിറത്തുൻ അത് ആവശ്യമാണ് ഇലാ ഇൽമിൽ ഉസൂലിൻ്റെ ഇൽമിലേക്ക് ഇൽമെല്ലാം ആവശ്യമാണ്. വല്ലാഹിറു, അപ്പോൾ ലാഹിർ പ്രത്യക്ഷത്തിൽ അന്ന ഇൽമൽ ഉസൂലി ഇൽമുൽ ഉസൂൽ ഗനിയൻ അൻഹ ഇവകളെ തൊട്ടൊക്കെ ഐശ്വര്യമാണ്. അപ്പോൾ വാജിബ നിർബന്ധമായി യക്കൂന ഇൽമുൽ ഉസൂൽ അഷ്റഫുൽ ഉലൂമി, അപ്പോൾ ഇൽമുകളിൽ ഏറ്റവും മഹത്വമുള്ളത് ഉസൂലിൽ ഇൽമാണ്, ഇൽമുൽ ഉസൂലാണ് എന്ന് നിർബന്ധമായി. അപ്പോൾ അതെന്താണ്, ഇൽമുൽ ഉസൂൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഇൽമാണ്. ഇൽമുൽ ഉസൂലിൽ ചർച്ച അള്ളാഹുവിൻ്റെ സിഫത്തുകളൊക്കെ പറ്റിയാണല്ലോ. വസാലിസുഹ മൂന്നാമത്തേത് അന്ന ഷറഫ ഷൈ ഒരു ഷൈഇൻ്റെ ഷറഫ് കത് യൽഹറു അത് വെളിവാകുമല്ലോ ബി വാസത്തി ഹസാസത്തി ലിദ്ദി അതിൻ്റെ എതിര് മോശമാണെന്ന വാസ്ത കൊണ്ടിട്ട്. അത് ഹിസ്സിയാണ്, അത് നീചമായ വസ്തുവാണ് അതിൻ്റെ എതിരിലുള്ളത്. അപ്പോൾ നീചമുള്ളതിൻ്റെ എതിരിൽ വരുന്നത് എന്തായിരിക്കും, അതിന് ഷറഫുണ്ടെന്ന് മനസ്സിലാകും. ഫക്കുല്ലമ കാന ലിദ്ദുഹു അഹസ കാന ഹു അഷ്റഫ്, അപ്പോൾ ലിദ് എന്താണ്, അഹസ മോശമാകുമ്പോൾ നീചമാകുമ്പോൾ അത് കാന ഹുവ അഷ്റഫ് അതെന്താകും, അഷ്റഫാകും. വലിദ്ദു ഇൽമുൽ ഉസൂലി, അപ്പോൾ ഇൽമുൽ ഉസൂലിൻ്റെ എതിര് ഹുവൽ കുഫ്റു അത് അവിശ്വാസവും അൽ ബിദ്അത്തുമാണ്. വഹുമ അത് രണ്ടും മിൻ അഖസിൽ അശ്യായി ഏറ്റവും നീചമായ വസ്തുവാണ് ഏത്, കുഫ്റും ബിദ്അത്തും. അപ്പോൾ വജബായക്കൂന ഇൽമുൽ ഉസൂലി അഷ്റഫൽ അശ്യായി, അപ്പോൾ ഇൽമുൽ ഉസൂല് വസ്തുക്കൾ ഏറ്റവും ഷറഫുള്ളതായി എന്നും പറഞ്ഞു. അപ്പോൾ രണ്ട് ഇത് നമ്മൾ പറഞ്ഞു. ഇനി വറാബിവ നാലാമത്തേത് അന്ന ഷറഫ ഷൈ കദിയക്കൂനു ബി ഷറഫി മൗലൂഇഹി ഒരു വസ്തുവിൻ്റെ മഹത്വം കദിയക്കൂനു ബി ഷറഫി മൗലൂഇ അതിൻ്റെ മൗലു അതിനെ വെക്കപ്പെട്ടത് ഏതിനാണോ അതിൻ്റെ ഷറഫ് അനുസരിച്ചാണ് ഒരു വസ്തുവിന് ഷറഫുണ്ടാകുക. വക്കദിയക്കൂനിൽ അജ്ലി ശിദ്ദത്തിൽ ഹാജത്തിലേഹി ചിലപ്പോൾ അതാകും, വക്കദിയക്കൂന് അതാകും ചിലപ്പോൾ അജ്ലി ശിദ്ദത്തിൽ ഹാജത്തിലേഹി അതിലേക്ക് ആവശ്യം ശക്തിയായ കാരണത്തിന് വേണ്ടിയാകും. വക്കദിയക്കൂനിൽ കൂവത്തി ബറാഹിനി ചിലപ്പോൾ അത് അതിൻ്റെ തെളിവുകൾ ശക്തിയായതിനു വേണ്ടിയാകും. വൈൽമുൽ ഉസൂലി മുസ്തമിലൻ അലൽ കുല്ലി, അപ്പോൾ ഇൽമുൽ ഉസൂല് എല്ലാത്തിൻ്റെ മേൽ ഈ പറഞ്ഞ മുഴുവത്തിൻ്റെ മേൽ ചുറ്റിയതാണ്. വദാലിക്കതിൽ അന്ന ഇൽമുൽ ഹൈഅത്തി അഷ്റഫു മിൻ ഇൽമി തിബ്ബി ഹൈഅത്തിൻ്റെ ഗോളങ്ങളെ പറ്റിയുള്ള അറിവുണ്ടല്ലോ അത് അഷ്റഫു മിൻ ഇൽമി തിബ്ബി അത് തിബ്ബിൻ്റെ ഇൽമിനേക്കാൾ ഷറഫുള്ളതാണ്. അതായത് എന്താണ്, വൈദ്യത്തേക്കാൾ
ശ്രേഷ്ഠതയുള്ളതാണ് ഗോള അറിവ്. എങ്ങനെ? നെലറനില അന്ന മൗലു ആ ഇൽമുൽ ഹയ്യത്തി, ഇൽമുൽ ഹയ്യത്തിൻ്റെ മൗലു അഷ്റഫാണ് മിൻ മൗലു ഇൽമുൽ തിബി, ഇൽമുൽ തിബീൻ്റെ മൗലുവിനേക്കാൾ അഷ്റഫാണല്ലോ. കാരണം വൈങ്കാന തിബു അഷ്റഫ മിൻഹു നെദറൻ ഇല ഹാജത്തിലെ തിബി അക്സറു മിനൽ ഹാജത്തിലെ ഹയ്യത്തി. തിബ് അഷ്റഫാണ് മിൻഹു ഹയ്യത്തിനേക്കാൾ, അതിനേക്കാൾ നെദറൻ ഇല അനിൽ ഹാജത്തിലെ തിബിലേക്കുള്ള ആവശ്യം അക്സറാണ് മിനൽ ഹാജത്തിൽ ഹയ്യത്തി. ഹയ്യത്തിലേക്കുള്ള ആവശ്യത്തേക്കാൾ അധികരിച്ചത് തിബിലേക്കുള്ള ആവശ്യമാണ് എന്നതിലേക്ക് നോക്കിയതിന് വേണ്ടി അത് അഷ്റഫാണെങ്കിലും അല്ലേ, ചികിത്സയിലേക്കുള്ള ആവശ്യമാണ് കൂടുതൽ ഹയ്യത്തിലേക്കുള്ള ആവശ്യത്തേക്കാൾ. എങ്കിലും ശരി, ഇൽമുൽ ഹയ്യത്തിനാണ് തിബിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. ഇനി ഇൽമുൽ ഹിസാബാകുന്നത്, ഇനി കണക്കിനെ പറ്റിയുള്ള അറിവ്, അത് അഷ്റഫ് മിൻഹുമ, രണ്ടിനേക്കാളും ശ്രേഷ്ഠമാണ്. ഹയ്യത്തിൻ്റെ ഇൽമിനേക്കാളും ഏത് ഇൽമിനേക്കാളും? ഹിസാബ് അറിയൽ തിബിൻ്റെ ഇൽമിനേക്കാളും ശ്രേഷ്ഠമാണ്. അത് നെദറനില അന്ന ബറാഹിൻ ഇൽമുൽ ഹിസാബി അഖ്വ, ഇൽമുൽ ഹിസാബിൻ്റെ തെളിവുകൾ ശക്തിയായതാണ് എന്ന് നോക്കിയിട്ട്. അമ്മ ഇൽമുൽ ഉസൂലി ഫ മത്ലൂബ് മിൻഹു, അപ്പോൾ ഇൽമുൽ ഉസൂല് മൽ മത്ലൂബ് മിൻഹു, അതിനാണല്ലോ തേടപ്പെടുന്നത് മാരിഫത്തു ദാത്തില്ല, അള്ളാഹിനെ അറിയലാണ്. സിഫാത്തിഹി വഫാലി, അള്ളാഹിൻ്റെ സിഫത്തുകൾ അള്ളാഹിൻ്റെ അഫൈലുകളൊക്കെ അറിയലാണ്. അപ്പോൾ മാരിഫത്ത് അക്സാമിൻ മാലൂമാത്തിൻ മാദൂമാത്തി വൽ മൗജൂദാത്തി, അപ്പോൾ തന്നെ മാലൂമാത്തിൻ്റെ വിനങ്ങൾ അറിയുക മാദൂമാത്തുകളിൽ നിന്നിട്ട്, മൗജൂദാത്തുകളിൽ നിന്നും, ഉള്ളവകളിൽ നിന്നും ഇല്ലാത്തവകളിൽ നിന്നുമുള്ള മാലൂമാത്തിൻ്റെ വിനങ്ങൾ അറിയലാണ്. പലാശക്ക, സംശയമില്ലല്ലോ, അന്നദാലിക്ക, ഇത് അഷ്റഫൽ ഉമൂരി, ഏറ്റവും കാര്യങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളതാണെന്ന് സംശയമില്ല. അമ്മൽ ഹാജത്തിലെ ശദീദത്തൻ, അപ്പോൾ അതിലേക്കുള്ള ആവശ്യം ശക്തിയാണ്. കാരണം അന്നൽ ഹാജത്തില ഇമ്മാഫിദ്ദീനി, കാരണം ആവശ്യം ഒന്നുകിൽ ദീനിലായിരിക്കും, ഓഫി ദുനിയാവിലായിരിക്കും. അമ്മാഫിദ്ദീനി ഫശദീദ, അപ്പോൾ ദീനിലുള്ള ആവശ്യം ശക്തിയാണ്. കാരണം അന്ന മൻ അറഫ ഹാദിൽ അഷ്യാ, ഈ കാര്യങ്ങളെ അറിഞ്ഞാൽ ഇസ്തൗജബ സവാബൽ അലീമ, അവനക്ക് എന്താകും? അവൻ വലിയ പ്രതിഫലം ബന്ധിക്കും. വൽതഹക്കബിൽ മലായിക്കത്ത്, മലക്കുകളോട് ചേരുമല്ലോ. അവൻ ജഹിലഹ, ആരെങ്കിലും ഇവകളെ പറ്റി അറിവില്ലാതെ വന്നാൽ ഇസ്തൗജബ ലിഖാബൽ അലീമ, വലിയ ശിക്ഷവും ബന്ധിക്കും. വൽതഹക്കബി ഷയാത്തിൻ, ശൈത്താന്മാരോട് അവൻ ചേരുകയും ചെയ്യും. അമ്മാഫി ദുന്യാബ്, ദുനിയാവിൽ ഫലി അന്ന മസാലിഹൽ ആലമി, ലോകത്തിൻ്റെ മസ്ലഹ് ഇന്നമാ തൻതലിമു. അമ്മാഫി ദുന്യാബ്, ദുനിയാവിൽ ഫലി അന്ന മസാലിഹൽ ആലം, ലോകത്തിൻ്റെ മസ്ലഹത്ത് ഇന്നമാ തൻതലിമു, അത് കുറവയാകും. ഇന്ദൽ ഈമാൻ ബിസ്വാനി, ദുനിയാവിൽ നോക്കുമ്പോൾ. കാരണം ഫലി അന്ന മസാലി ആൽ, ലോകത്തിൻ്റെ നന്മ, ഇന്നമാ എന്തൽ കുറവയാകുന്ന ഇന്ദൽ ഈമാൻ ബിസ്വാനി, അത് ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്ന സമയത്താണ്. വൽ ബാസി വൽ ഹശരി, പുനർജന്മവും അതുപോലെ തന്നെ ആശറും മാഷറയൊക്കെ ഉണ്ടെന്ന്, ഒരുമിച്ച് കൂട്ടലൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സമയത്താണ്. കാരണം ഇതിലൗലം യഹ്സുൽ ഹാദൽ ഈമാനു, ഈ ഈമാൻ ഇല്ലെങ്കിലോ ലവഖൽ ഹറജ് സംഭവിക്കും, മറജ് സംഭവിക്കും. ഫിൽ ആൽമി, ലോകത്ത് എന്ത് ചെയ്യും? ഹറജും മറജും സംഭവിക്കുന്നതാണ്. അപ്പോൾ വമ്മ കുവത്തുൽ ബറാഹിനി, അപ്പോൾ തെളിവുകളിൽ ഏറ്റവും ശക്തിയായത് തെളിവുകളുടെ ശക്തി. ഇപ്പോൾ ബറാഹിനു ആദൽ ഇൽമി, ഈ ഇൽമിൻ്റെ തെളിവുകളാണ്. ഈ ബറാഹിനു ആദൽ ഇൽമി യജിബു അൻ യകൂന മുറക്കബത്തൻ മിൻ മുഖദ്ദിമാത്തിൻ യഖീനിയത്തിൻ തർക്കീബിയത്തൻ യഖീനിയത്തൻ. വമ്മ കുവത്തുൽ ബറാഹിനി, തെളിവുകളുടെ ശക്തി. ബറാഹിനു ആദൽ ഇൽമി, ഈ ഇൽമിൻ്റെ തെളിവുകൾ യജിബു അൻ യകൂന, അതാകൽ നിർബന്ധമാകും. മുറക്കബത്തൻ, അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടതാകണം. മിൻ മുഖദ്ദിമാത്തിൻ യഖീനിയത്തിൻ, യഖീനിയായ മുഖദ്ദിമകൾ വേണം. തർക്കീബൻ യഖീനിയായ തർക്കീബായിട്ട്. വാദാഹുവ നിഹായത്ത് ഫിൽ ഖുവ, ഇത് ശക്തിയിൽ അങ്ങേയറ്റത്തെ ശക്തിയുള്ളതാണ്. തപസ്സിരപ്പെട്ടു അന്നഹാദൽ ഇൽമ, ഈ ഇൽമു മുസ്തമിലിൻ അലാ ജമീ ജിഹാത്തി ഷറഫി, എല്ലാ ഭാഗത്തിലൂടെയും മുഴുവൻ ഭാഗത്തിലൂടെ ഷറഫിൻ്റെ മുഴുവൻ ഭാഗങ്ങളുടെ മേൽ ചുറ്റിയതാണ്. വൽ ഫദ്ലി, ശ്രേഷ്ഠതയുടെയും മുഴുവൻ ഭാഗങ്ങൾ ചുറ്റിയതാണ്. ഫവജബ, നിർബന്ധമായി യകൂന അഷ്റഫൽ ഉലൂമി, ഈ ഇൽമുൽ ഉസൂലാണ് ഇൽമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് നിർബന്ധമായി. നിവ ഖാമിസുഹ, അഞ്ചാമത്തേത്
വഖാമിസുഹ അഞ്ചാമത്തേത് അന്ന ഹാദൽ ഇൽമ ഈ അറിവ് ലാ യതത്വറഖു ഇലൈഹി നസ്ഖു തഗയീർ അതിലെന്താകില്ല ദുർബലപ്പെടുത്തലോ പകർച്ചയാകലൊന്നും വരൂല. വലാ യഖ്തലിഫു ഇഖ്തിലാഫിൽ ഉമമി വൻ നവാഹി ഭാഗങ്ങൾ മാറൽ കൊണ്ടോ സമുദായം മാറൽ കൊണ്ടോ അത് ഇഖ്തിലാഫാകൂല. ബിഖിലാഫി സായിൽ ഉലൂമി മറ്റ് അറിവുകൾക്കെതിരായിട്ട് ഉസൂലുൽ ഇൽമു എന്ന് വെച്ചാൽ എന്താണ്, അത് മാറൂല, അത് ഒന്ന് തന്നെ ആയിരിക്കും, കാലാകാലം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ വജബാൻ യക്കൂൻ അഷ്റഫുൽ ഉലൂമി, അപ്പോൾ അത് ഏറ്റവും ഷറഫുള്ള ഇൽമാകൽ നിർബന്ധമായി. വസാദിസ് ഇനി ആറാമത്തേത് അന്നൽ ആയാത്തിൽ മുസ്തമിലത്ത അല മത്താലിബി ഹാദൽ ഇൽമി ഈ ഇൽമിൻ്റെ തേട്ടങ്ങളുടെ മേൽ ചുറ്റിയ ആയത്തുകൾ ബറാഹിനിഹ അതിൻ്റെ ഈ ഇൽമിൻ്റെ തെളിവുകളും ചുറ്റിയ ആയത്തുകളാണ് അഷ്റഫു മിനൽ ആയാത്തി അൽ മുസ്തമിലത്തി അല മത്താലിബിൽ ഫിഖഹിയായ തേട്ടങ്ങളുടെ മേൽ ചുറ്റിയ ആയത്തിനേക്കാൾ ശ്രേഷ്ഠമായത് ഈ അറിവുമായി ബന്ധിച്ച ഈ ആയത്തുകളാണ്. വിദലി അന്നഹു ജാഫി ഫാദ് കാരണം അതിനും തെളിവെന്താ, അന്നഹു ജാഫി ഫാദിലത്തി കുൽഹുല്ലാഹു അഹദ് കുൽഹുല്ലാഹു അഹദിൻ്റെയും അതുപോലെ തന്നെ ആമന റസൂലിൻ്റെയും ശ്രേഷ്ഠതയിൽ വന്നിട്ടുണ്ട്. ആയത്ത് കുർസിൻ്റെ ശ്രേഷ്ഠതയിൽ ഒന്ന് ലം യജി മിസ്ലുഹു ഈ ഫാദിലത്തി അതുപോലത്തെ വന്നിട്ടില്ല ശ്രേഷ്ഠതയിൽ. ഈ ഫാദിലത്തി കൗൽ അള്ളാഹിൻ്റെ കൗലിൻ്റെ ശ്രേഷ്ഠതയിൽ. വയസ് അലുനക അനിൽ മഹീദ് യാ യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഈ അതായത് ഫിഖുമായി ബന്ധിച്ച ആയത്തിൻ്റെ ശ്രേഷ്ഠത ആയത്തിന് ഈ പറഞ്ഞ ആയത്തുകളുടെ അത്ര ശ്രേഷ്ഠതയില്ല. വദാലിക ഇത് യദുല്ലു അറിയിക്കും അല അന്ന ഹാദൽ ഇൽമ അഫ്ളൽ ഈ അറിവാണ് ശ്രേഷ്ഠമെന്നറിയിക്കും. അത് പറഞ്ഞെന്താണ്, അള്ളാഹുവിനെ പറ്റി പറയുന്ന ആയത്തുകൾ, അള്ളാഹുവിൻ്റെ അറിവുകളെ പറ്റി പറയുന്ന ആയത്തുകൾ, ആ ആയത്തുകൾക്കാണ് ശ്രേഷ്ഠത. അപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ്, ആമന റസൂലു, അതുപോലെ ആയത്ത് കുർസി, അപ്പോൾ അവകളുടെ ശ്രേഷ്ഠത അതുപോലത്തെ ശ്രേഷ്ഠത ഏതിനില്ല. ഇപ്പോൾ ഹൈദുമായി ബന്ധിച്ച മസല പറയുന്ന ആയത്തുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കടം കൊടുക്കലും മറ്റും ആ വിഷയങ്ങളൊക്കെ പറയുന്ന അതായത് ഫിഖുമായി ബന്ധിച്ച ആയത്തുകൾ പറയുന്നതിനേക്കാൾ ആയത്തുകൾക്കുള്ള ശ്രേഷ്ഠതയേക്കാൾ ഈ കാര്യം പറയുന്ന ആയത്തുകൾക്കാണ് ശ്രേഷ്ഠത. അപ്പോൾ ഇത് അറിയിക്കുന്നുണ്ട് ഈ അറിവാണ് ശ്രേഷ്ഠമാണെന്ന്. വസാബിഹ ആറാമത്തേത് അന്നൽ ആയാത്തിൽ വാരിദത്തി ഫിൽ അഹ്കാമി ശറഇയ്യത്തി അഖല്ല് മിൻ 600 ആയ ശറഇയായ വിധികൾ മതപരമായ വിധികളിൽ വന്ന ആയത്തുകൾ അഖല്ലു മിൻ 600 ആയ അത് 600-നേക്കാൾ കുറവാണ്, 600 ആയത്തിനേക്കാൾ കുറവാണ്. അമൽ ബവാഖി അപ്പോൾ ബാക്കിയുള്ള ആയത്തുകൾ ഫഫി ബയാൻ തൗഹീദിനെ ബയാൻ ചെയ്യാനും നുബുവത്തിനെ ബയാൻ ചെയ്യാനും റദ്ദി അല അബദത്തിൽ ഔസാനി വൽ അസ്നാഫിൽ മുശ്രിക്കീന ബിംബാരാധകർക്ക് മറുപടി കൊടുക്കാനും മുശ്രിക്കുകളുടെ വിഭാഗങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാനാണ് മറ്റുള്ള ആയത്തുകളെല്ലാം. 6600 ചില്ലാൻ ആയത്തുകളുള്ളതിൽ 600 600 അല്ലേ 600 വെച്ച് ബാക്കിയൊക്കെ ഈ കാര്യങ്ങൾ. അമ്മൽ ആയാത്തിൽ വാരിദത്ത് ഫിൽ ഖസസി അപ്പോൾ ഖസസിൽ ചരിത്രം പറയുന്ന ചരിത്രത്തിൽ വന്ന ആയത്തുകൾ, ചരിത്രത്തെ വിശദീകരിക്കുന്ന ആയത്തുകളുണ്ടല്ലോ, ചരിത്രം പറയുന്ന ആയത്തുകൾ ഫൽ മഖ്സൂദ് മിൻഹ അതിനാലുള്ള മഖ്സൂദും മാരിഫത്ത് ഹിക്മത്തില്ല അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ഹിക്മത്തും അറിയലാണല്ലോ. അപ്പോൾ ഖുദ്റത്തിഹി അലാമാ ഖാല അള്ളാഹ് പറഞ്ഞില്ലേ ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് എന്നല്ലേ പറഞ്ഞ. അവരുടെ ചരിത്രം അറിയുന്നതിൽ അവർക്ക് ബുദ്ധിയുള്ളവർക്ക് പാഠമുണ്ടെന്നല്ലേ. ഫദല്ല ദാലിക അപ്പോൾ ഇത് അറിയിച്ചു അല അന്ന ഹാദൽ ഇൽമ അഫ്ളൽ ഈ ഇൽമാണ് ശ്രേഷ്ഠമായത്, ഈ അറിവാണ് ശ്രേഷ്ഠം. വനുശീറു ഇലാ മഖായിദി ദലായിലി നാം സൂചിപ്പിക്കുന്നു ദലീലുകളുടെ മഖായിദുകളിലേക്ക്. ഇനി വമ്മല്ലതി യദുല്ലു അലാ വുജൂദി സാനി അപ്പോൾ അള്ളാഹു സാനി സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കഫൽ ഖുർആൻ മംലൂഉം മിൻഹു ഖുർആനാവുന്നു അതിനാൽ നിറക്കപ്പെട്ടതാണ്. അപ്പോൾ ഖുർആൻ സൃഷ്ടാവ് ഉണ്ടെന്നതിന് തെളിവ് ഖുർആൻ നിറക്കപ്പെട്ട. അതിന് നമുക്ക് ഒന്ന് പറയാം. അവലു അതിൽ ഒന്നാമത്തേത് മാ ദുക്കിറ ഹൗന മിന ദലായിലിൽ ഹംസ ഈ 5 തെളിവുകളിൽ പറഞ്ഞല്ലോ. 5 തെളിവുകളിൽ ഇവിടെ പറയപ്പെട്ട 5 തെളിവുകൾ വഹിയത് ഖൽഖുൽ മുകല്ലഫീന
ആ അതായത് ഈ ആയത്തിൽ പറഞ്ഞു, അതായത് നമ്മൾ പറഞ്ഞല്ലോ യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാ ബിനാ എന്നൊക്കെ. അതായത് ഏതൊക്കെയാണത്? ആളുകളെ നിങ്ങൾ മുക്കല്ലഫീങ്ങളായ ജനങ്ങളെ സൃഷ്ടിക്കുക, അവർക്ക് മുമ്പുള്ളവരെ സൃഷ്ടിക്കുക, രണ്ടായി. പിന്നെ ആകാശം സൃഷ്ടിക്കുക, വഹൽക്കുൽ അർളി ഭൂമി സൃഷ്ടിക്കുക, വഹൽക്കു സമറാത്തി മിനൽ മാഇൻ നാസിൻ വസ്സമാഇലൽ അർളി. അഞ്ചാമത്തെ എന്താ? ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഫലങ്ങളെ സൃഷ്ടിക്കുക, അല്ലേ? ഫലങ്ങൾ സൃഷ്ടിക്കുക. ഈ പറഞ്ഞതെല്ലാം ഇവിടെ പറയപ്പെട്ടതാണ്. അപ്പോൾ ഒന്നാമത്തത് എന്താണ് അതിനുള്ള തെളിവ്? ഈ പറഞ്ഞ 5 കാര്യങ്ങൾ. കുല്ലുമാ വറദ ഫിൽ ഖുർആനിൽ വന്നതെല്ലാം മിൻ അജായിബി സമാവാത്തി വൽ അർളി, ഭൂമിയുടെയും ആകാശങ്ങളുടെയും അത്ഭുതങ്ങളിൽ നിന്ന് ഖുർആനിൽ വന്നത് മുഴുവനും ഫൽ മഖ്സൂദ് മിൻഹു ദാലിക, അതിനാലുള്ള മഖ്സൂദ് ഇതാണ്. അപ്പോൾ സൃഷ്ടാവ് ഉണ്ടെന്ന് അറിയിക്കാനാണ്. അമ്മല്ലതി യദുല്ലു അല സിഫ, സിഫത്തിൻ്റെ മേൽ അറിയിക്കുന്നതോ അമ്മൽ ഇൽമു ഫഖൗലുഹു. അപ്പോൾ ഇൽമ്, അള്ളാഹ്ക്ക് ഇൽമുണ്ടെന്ന് അറിയാം. അള്ളാഹ്ക്ക് സിഫത്തുകൾ പറയുമല്ലോ, ഇൽമു, അറിവ്, ഇറാദത്ത് എന്നൊക്കെ പറയും. അപ്പോൾ ഇൽമുണ്ടെന്ന് എന്താണ്? ഫഖൗൽ, അതിന് തെളിവ് അള്ളാഹിൻ്റെ കൗല. ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ എന്നല്ല പറഞ്ഞു. ആകാശഭൂമികളിലുള്ള ഒന്നും അള്ളാഹുവിന് മറഞ്ഞിട്ടില്ല, അള്ളാഹു അറിയാതെയില്ല. അപ്പോൾ അള്ളാഹ്ക്ക് അറിവുണ്ടെന്നായി. സുമാർദഹൂബി കൗലി, പിന്നെ അതിനെ തുടർന്നുള്ള പറഞ്ഞു ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, അള്ളാഹ് ഉദ്ദേശപ്രകാരം നിങ്ങളെ അവൻ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തുന്നു. സൂറത്ത് ഇമ്രാനിൽ പറഞ്ഞു. വഹാദാ ഹുവ ഐനു ദലീലിൽ മുത്തക്കല്ലിമീൻ, ഇത് ഐനു ദലീലിൽ മുത്തക്കല്ലിമീങ്ങളുടെ തെളിവിൻ്റെ ഐനാണിത്. കാരണം ഫൈനഹും യസ്തദില്ലൂന, അവർ തെളിപിടിക്കും ബി അഹ്കാമിൽ അഫ്ആലുകളുടെ ഹുക്കുമ് കൊണ്ട് തെളിപിടിക്കും, വൈത്ഖാനിഹ, അതിൻ്റെ ഉറപ്പ് കൊണ്ടും, അലാ ഇൽമി സാനി ഉണ്ടെന്നതിൻ്റെ, സാനീൻ്റെ അറിവിൻ്റെ മേൽ, അല്ലേ? അപ്പോൾ ഇതാണ് മുത്തക്കല്ലിമീങ്ങളുടെ തെളിവിൻ്റെ ഐന്, തടി ഇതാണ്. കാരണം അവർ തെളിവ് പിടിക്കാറ് എങ്ങനെയാണ്? പ്രവൃത്തിയും അതുപോലെ തന്നെ പ്രവൃത്തി കൊണ്ട് തെളിവ് പിടിക്കാറുണ്ടല്ലോ. പ്രവർത്തകൻ ഉണ്ടെന്നതിൻ്റെ മേൽ തെളിവ് പിടിക്കും. വഹാവുന, അപ്പോൾ ഇവിടത്തിൽ ഇസ്തദല്ല സാനു, സാനു തെളിവ് പിടിച്ചു. സുബ്ഹാനഹു, അള്ളാഹു തആല തെളിവ് പിടിച്ചു. ബി തസ്വീരി സുവരി ഫിൽ അർഹാമി, ഗർഭപാത്രങ്ങളിൽ രൂപങ്ങളെ രൂപപ്പെടുത്തൽ കൊണ്ട്. അലാ കൗനി ആലിമൻ ബിൽ അശ്യായി, അവൻ വസ്തുക്കളെ അറിയുന്നവനാണെന്ന് ഇവിടെ പറഞ്ഞല്ലോ. അള്ളാഹു ഉദ്ദേശപ്രകാരം ഗർഭപാത്രങ്ങളിൽ അവൻ രൂപപ്പെടുത്തുന്നു എന്ന് പറഞ്ഞല്ലോ മനുഷ്യരെ. അപ്പോൾ അള്ളാഹ്ക്ക് അറിവുണ്ടെന്ന് അള്ളാഹ് ഇതുകൊണ്ട് തെളിവ് പിടിച്ചു. വഹാവുന, ഇവിടെ ഇസ്തദല്ല തെളിവ് പിടിച്ചു. സാനിയു സുബ്ഹാനഹു തആല ബി തസ്വീരി സുവരി ഫിൽ അർഹാമിലെ കൗനി ആലിം ബിൽ. അതുപോലെ തന്നെ അള്ളാഹ്ക്ക് അറിവുണ്ടെന്നും കിട്ടി. അതുപോലെ തന്നെ വഹാവുന, ഇവിടെ ഇസ്തദല്ല സാനു, അള്ളാഹ് തെളിവ് പിടിച്ചു സുബ്ഹാനഹു ബി തസ്വീരി സുവരി, സൂറത്ത് രൂപപ്പെടുത്തു എന്നത് കൊണ്ടിട്ട് തെളിവ് പിടിച്ചു. ഫിൽ അർഹാമി, ഗർഭപാത്രങ്ങളിൽ. അലാ കൗനി ആലിം ബിൽ അശ്യായി, അത് നേരത്തെ പറഞ്ഞു തന്നെയല്ലേ, അവൻ വസ്തുക്കളെ അറിയുന്നവനാണെന്നതിൻ്റെ മേൽ തെളിവ് പിടിച്ചു. വഖാല, അള്ളാഹ് പറഞ്ഞു അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ വഹു ഐനു തിൽക ദലാലത്ത്, ഇതും തെളിവിൻ്റെ ഐനാണ്. കാരണം അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൂറത്തുൽ മുൽക്കിലൂടെ അള്ളാഹ് പറഞ്ഞു. വൈന്ദഹു, അവ തന്നെ വഖാല, അള്ളാഹ് പറഞ്ഞു വൈന്ദഹു മഫാത്തുൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാഹു, അള്ളാഹിൻ്റെ അടുക്കലാണ് അദൃശ്യങ്ങളുടെ താക്കോല്, അതിനെ അള്ളാഹ് അല്ലാതെ അറിയൂലാന്ന്. വദാലിക തംബീഹാൻ അലാ കൗനി തആല ആലിമൻ ബികുല്ലിൽ മാലൂമാത്ത്. അപ്പോൾ ഇതറിയിക്കുന്നുണ്ടല്ലോ, അള്ളാഹ് എല്ലാം അറിയുമെന്ന് അറിയിക്കുന്നുണ്ട്, തെളിവാണ്, ഉണർത്തലാണ്. കാരണം ലി അന്നഹു തആല അല്ലാഹു മുഖ്ബിറൻ അനിൽ മുഗയ്യബാത്തി, അല്ലാഹു തആല ഗായിബായ കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ തൊട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഫതഖൗ തിൽകൽ അശ്യാഉ, അപ്പോൾ ആ വസ്തുക്കളാകും അല വഫ്ഖി ദാലിക്കൽ ഖബർ, ആ ഖബറിനോട് യോജിച്ചിട്ടാകാറുണ്ട്, ആ വാർത്തയോട് യോജിച്ചിട്ടാണ് ആ കാര്യങ്ങളുണ്ടാകുക. ഫലൗല കൗനു ആലിമൻ, അപ്പോൾ അല്ലാഹ് ബിൽ മുഗയ്യബാത്തി, മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹ് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ,
ഫൈല്ല ലമാ വക്ക കദാലിക, അങ്ങനെയല്ലെങ്കിൽ ലമാ വക്ക, അങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പോൾ മറിഞ്ഞ കാര്യങ്ങളെ പറ്റി പറയുന്നു എന്നിട്ട് അതുപോലെ സംഭവിക്കുന്നു. അപ്പോൾ അങ്ങനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അതങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. വാമ്മാ സിഫത്തു കുദ്റത്തി, ഇനി കുദ്റത്ത് എന്ന കഴിവ്, അറിവ് പറഞ്ഞു. ഇനി കുദ്റത്ത്, അള്ളാഹ് കുദ്റത്തുണ്ട്. അത് ഫക്കുല്ലു മാതക്കറ സുബാനു മിൻ ഹുദൂസി സിമാരിൻ മുഖ്തലിഫത്തി. അപ്പോൾ ഫക്കുല്ലു മാതക്കർ, അള്ളാഹ് പറഞ്ഞത് മുഴുവനും എന്താ, മിൻ ഹുദൂസ് സിമാറിനെ ഉണ്ടാക്കി, മുഖ്തലിഫ വ്യത്യസ്തമായ സിമാർ പഴങ്ങളുണ്ടാകലും, വല ഹൈവാനത്തിൽ മുഖ്തലിഫത്തി വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളുണ്ടാകൽ, മായിസ്തിവായിൽ കുല്ലിഫി സ്ത്വബായി മുഴുവനും അവരുടെ പ്രകൃതിയിൽ, അൽ അർബായി 4 പ്രകൃതികളിൽ സമമാകലോടുകൂടി. ഫദാക്കത് യദുല്ലു അറിയിക്കും അല കൗനിഹി സുബാൻ, അള്ളാഹ് ഖാദിറാണ്, അള്ളാഹ് അത് അറിയിക്കുന്നുണ്ട്. പ്രകൃതി ഒന്ന് തന്നെയാണ്, പക്ഷേ വ്യത്യസ്തങ്ങളായ ജീവികളും വ്യത്യസ്തങ്ങളായ പഴങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് അറിയിക്കും അള്ളാഹു താല ഖാദിറാണ്, അറിയുന്നവനാണ്, കഴിവുള്ളവനാണ്, മുഖ്താറൻ സ്വയഷ്ടപ്രകാരം ചെയ്യുന്നവനാണ്. ലാ മൂജബം ബിദാത്ത്, ബിദാത്ത് മൂജബല്ല, മുഖ്താറാണവൻ എന്നറിയിക്കും. വമ്മത്ത് അൻസിഹു, അല്ല പരിശുദ്ധനാണെന്നത് ഫല്ലദി യദുല്ലു അല അന്നഹു ലൈസ ബി ജിസ്മിൻ, അവൻ ജിസ്മല്ല എന്നതിനെ അറിയിക്കുന്നത് എന്താണ്, വലാഫി മക്കാൻ, സ്ഥലത്തുമില്ല, സ്ഥലത്തിലല്ല അള്ളാഹു താലക്ക് തടിയില്ല എന്നൊക്കെ അറിയിക്കുന്നത് അത് കൗൽ, അള്ളാഹിൻ്റെ കൗലാണ്. കുൽഹു അള്ളാഹു അഹദ്, അള്ളാഹ് ഏകനാണ്. കാരണം ഫൈനൽ മുറക്കബ, ഒരുമിച്ച് കൂട്ടപ്പെട്ടതാണെങ്കിലോ, ഒന്നിലധികം ഉണ്ടെങ്കിൽ ഏകനല്ലെങ്കിലോ, മുഫ്തഖിറൻ ഇലാ അജ്സായി, അതിന് ജുസുക്കൾ വേണം. അഹദാണ്, ഒറ്റയാണ്. കാരണം മുറക്കബ് ഒറ്റയല്ല, കൂട്ടിച്ചേർക്കപ്പെട്ടത്, അതിൻ്റെ ജുസുക്കൾ എന്താണ്, ജുസുക്കൾ വേണമല്ലോ, അത് ഭാഗങ്ങൾ വേണം. വൽ മുഹ്താജ മുഹദഫൻ, അപ്പം മറ്റൊന്നിലേക്ക് ആവശ്യമാക്കപ്പെട്ടത് പുതുതായി ഉണ്ടായതാണ്, പണ്ടില്ലാത്തതാണെന്ന് പറയേണ്ടി വരും. വൈദാക്കാൻ അഹദൻ, അപ്പോൾ ഒരാൾ വജബ, വൈദാക്കാൻ അഹദൻ, അള്ളാഹ് ഏകനായപ്പോൾ വജബ യക്കൂന ജിസ്മൻ, അവൻ ജിസ്മാകാതിരിക്കൽ നിർബന്ധമായി. വൈദാലം യക്കുൻ ജിസ്മൻ, അവൻ ജിസ്മാകാത്തപ്പോൾ ലം യക്കുൻ ഫിൽ മക്കാൻ, അവൻ മക്കാനിലല്ല, അപ്പോൾ സ്ഥലത്തിൽ വേണ്ട, ജിസ്മിനാണ് സ്ഥലം വേണ്ടത്. വമ്മ തൗഹീദ്, അള്ളാഹു താല ഏകനാണ്, തൗഹീദോ അത് ഫല്ലദി യദുല്ലു അലൈഹി ഹുവ ലൗ കാന ഫീഹിം, അള്ളാഹ് ഒറ്റക്കേ ഉള്ളൂ. ഒറ്റക്കേ ഉള്ളൂ എന്നെങ്ങനെ കിട്ടി? അത് ഫല്ലദി യദുല്ലു അലൈഹി, അത് അള്ളാഹിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ഫല്ലദി യദുല്ലു, അതിൻ്റെ മേലുള്ള തെളിവ് കൗലു, അള്ളാഹിൻ്റെ കൗലാണ്. ലൗ കാന ഫീഹിം ആലിഹത്തൻ ഇല്ലല്ലാഹു ലഫസദത്താ, ലൗ കാന ഫീഹിം, ആകാശഭൂമികളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ആലിഹത്തൻ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാത്തൊരു ഇലാഹ് ഉണ്ടായിരുന്നെങ്കിൽ, ലഫസദത്താ, അത് രണ്ടും ഫസാദാകുമായിരുന്നു. അപ്പോൾ എന്താണ്, ഒരു ഇലാഹേ ഉള്ളൂ. കൗൽ, അതുപോലെ തന്നെ അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അന്നേരം അവർ തേടും അർശുടെ അള്ളാഹുലേക്ക് ഒരു സബീൽ, ഒരു മാർഗം തേടും. അപ്പോൾ അതും വേറെ ഇലാഹുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കൗലു, അള്ളാഹുവിൻ്റെ കൗല്, വല അലാ ബാലുഹും അലാ ബാലിൻ, ചിലരെക്കാൾ മേലെയാകും, അങ്ങനെ ഒന്നിലധികം ഇലാഹുണ്ടെങ്കിൽ. സൂറത്തുൽ മുഅ്മിനൂന. വമ്മന്നു, അപ്പോൾ അതൊക്കെ തെളിവാണ് അള്ളാഹ് ഏകനാണെന്ന്. ഇനി വമ്മൻ നുബുവത്ത് എന്നുള്ളത് ഫല്ലദി യദുല്ലു അലൈഹ, അതിൻ്റെ മേൽ തെളിവ് കൗലുഹു ഹാവുന, അള്ളാഹിൻ്റെ ഇവിടെയുള്ള കൗലാണ്. വൈൻകുന്തും ഫി റൈബി മിമ്മാ നസ്സൽ, ഞാൻ അടുത്ത ആയത്ത് തന്നെ ഉണ്ടല്ലോ, വൈൻകുന്തും ഫി റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബി സൂറത്തി മിൻ മിസ്ലിഹി, നാം നമ്മുടെ അടിമക്കിറക്കിയതിൽ നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ ഫഅ്തൂ ബി സൂറത്തി മിൻ മിസ്ലിഹി, അതുപോലത്തെ ഒരു സൂറത്തിനെ നിങ്ങൾ കൊണ്ടുവരുമെന്ന്. ആ കൗല് നുബുവത്തിൻ്റെ മേൽ അറിയിക്കുന്ന കൗൽ അതാണ്. ഇനി അമ്മൽ മആദു, മടക്കമുണ്ട്, പുനർജന്മമുണ്ട്, മടങ്ങി വരേണ്ടതുണ്ട് എന്ന് തെളിവ് കൗലു, അള്ളാഹിൻ്റെ കൗലാണ്. കുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവല മറ, നബി അങ്ങ് പറയുക, യുഹ്യീഹ, അതിനെ ജീവിപ്പിക്കും, അല്ലദീ അൻശ, അതിനെ ആദ്യം ഉണ്ടാക്കിയവൻ, അവല മറ, ആദ്യം ഉണ്ടാക്കിയവൻ അതിനെ പുനർജീവിപ്പിക്കും. സൂറത്ത് യാസീനൂടെ പറയുന്നില്ലേ, വാൻത, നീ ലൗ ഫത്തശ്ത ഇൽമൽ കലാമി, ഇൽമുൽ കലാമിനെ നീ പരിശോധിച്ച, ലം തജിദ് ഫീഹി, അതിൽ നീ എത്തിക്കൂല, ഇല്ലാ തഖ്രീറ ഹാദി ദലായിലി, ഈ തെളിവുകളെ സ്ഥിരപ്പെടുത്തലല്ലാതെ നീ എത്തിക്കൂല. വദബ്ബൻഹ വദഫൽ മത്വായിനി വശുബുഹാത്തിൽ കാദിഹത്തിഫി, അതിലുള്ള കാദിഹായ ശുബഹത്തുകളെയും മത്തായിനുകളെയും തട്ടലല്ലാതെ നീ എത്തിക്കൂല. ആഫത്തറ, നീ കാണുന്നില്ല, അന്ന ഇൽമുൽ കലാം യദുമു ഇസ്തിമാലിഹി അല ഹാദിഹിൽ അതിലെത്തി,
യുദമ്മു അതിനെ ആക്ഷേപിക്കപ്പെടുന്നു ഇസ്തിമാലിഹി അത് ചുറ്റിയതിന് വേണ്ടിയിട്ടാണ് അല ഹാദിൽ അതിലെത്തി ഈ തെളിവുകളുടെ മേൽ ചുറ്റിയതിന് വേണ്ടി അല്ലത്തി എങ്ങനെ തെളിവുകളാണ് ദക്കറഹല്ല അല്ല പറഞ്ഞ തെളിവുകൾ ഔൽ ഇസ്തിമാലിഹി അല്ലെങ്കിൽ അത് ചുറ്റിയതിന് വേണ്ടിയിട്ടാണ് അല ദഫിൽ മതായിനി ആക്ഷേപങ്ങൾ തട്ടുന്നതിൻ്റെ മേൽ ചുറ്റിയതിന് വേണ്ടിയിട്ടാണ് അവൾ കവാദികളൊക്കെ അൻഹാദില്ല ഈ തെളിവുകളെ തൊട്ട് അപ്പോൾ മാ അറാ ഞാൻ കാണുന്നില്ല അന്ന ആഖിലൻ ഒരു മുസ്ലിമായ ബുദ്ധിമാൻ യഖുലു ദാലിക അവനത് പറയുമെന്ന് വയറല്ലാബി അതുകൊണ്ട് തൃപ്തിപ്പെടുമെന്ന് ഞാൻ കാണുന്നില്ല. സാനിഹ രണ്ടാമത്തേത് ഇവിടെ എന്താ പറഞ്ഞ നമ്മൾ ഇവിടെ അവലുഹ എന്ന് പറഞ്ഞു ഖുർആൻ അള്ളാഹ് ഉണ്ട് എന്നതിന് തെളിവുകൾ നിറക്കപ്പെട്ടിരിക്കുന്നു ഖുർആൻ നിറക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ടോ അവലുഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറഞ്ഞത് ഒന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തേത് വാമസാനി ഇനി രണ്ടാമത്തെ പറയാൻ പോണേണ് അന്നല്ലാഹു തആല ഹഖൽ ഇസ്തിദ്ലാല ബിഹാദിഹി ദലായിലി അനിൽ മലായികത്തി വഅക്സറിൽ അംബിയായി അല്ലാഹു തആല ഉദ്ധരിച്ചു ഇസ്തിദ്ല തെളിവുകളെ ബിഹാദി ഈ തെളിവുകളെ കൊണ്ട് അനിൽ മലായികത്തി മലക്കളെ പറ്റി വഅക്സറിൽ അംബിയായിനെ പറ്റിയിട്ടും ഈ തെളിവ് കൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തു ആ തെളിവുകളെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. അമൽ മലായികത്ത് മലക്കളോ ഫൈനോ വലിയ അന്നഹും അവർ ലമ്മ കാലോ പറഞ്ഞു തജൽ ഫിഹ മയ്യഫ്സിദ് ഫിഹ നീ ഭൂമിയിൽ ഉണ്ടാക്കുകയാണോ ഭൂമി ഫസാദാക്കുന്നവരെ ഉണ്ടാക്കുകയാണെന്ന് മലക്കൾ ചോദിച്ചു. അവർ അങ്ങനെ ചോദിച്ചപ്പോൾ കാനൽ മുറാദു ഉദ്ദേശം അന്ന ഹൽക്ക മിസ്ല ഹാദ ഷെയ്ഖ് കബീഹൻ ഇതുപോലത്തെ വസ്തുവിനെ സൃഷ്ടിക്കൽ കബീഹൻ മോശമാണെന്നാണ് ഉദ്ദേശം. വൽ ഹക്കീമു ലാ യഫലു കബീഹ തന്ത്രജ്ഞാനിയായ ആൾ അങ്ങനത്തെ ആ കബീഹിനെ ചെയ്യൂലല്ലോ എന്നായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഫാജാബഹുമുള്ള അള്ളാഹ് അവർക്കും ഉത്തരം നൽകി ബി കൗലിഹി ഇന്നി ആലമു മാലാ താലമു അള്ളാഹ് പറഞ്ഞു എന്താ നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നു. വൽമുറാദു ഉദ്ദേശം എന്താണ് ഉദ്ദേശിക്കപ്പെട്ട ഇന്നി ലമ്മാ കുന്തു ആലിമം ബി കുൽ മാലുമാത്തി എല്ലാ കാര്യവും ഞാൻ അറിയുന്നവനായപ്പോൾ കുന്തു ഞാൻ ആയി കദാലിംതു ഞാൻ അറിഞ്ഞു ഫി ഹൽക്കി അവരുടെ ഹൽക്കിലും അറിഞ്ഞു തക്വീനിഹിം അവരുടെ തക്വീനിയിലും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഹിക്മത്തിനെ അറിഞ്ഞിട്ടുണ്ട്. ലാ താലമൂനഹ അൻതും നിങ്ങളറിയാത്തൊരു ഹിക്മത്ത് തന്ത്രം എനിക്കറിയാം ഒരു യുക്തി എനിക്കറിയാമെന്ന്. വലാ ശക്ക അന്ന ഹാദാ ഹുവൽ മുനാളറ സംശയമില്ലല്ലോ ഇത് മുനാളറയായിരുന്നു ഇതൊരു സംവാദമായിരുന്നു. അമ്മൽ മുനാളറത്തുല്ലാഹി അപ്പം അള്ളാഹിൻ്റെ മുനാളറ ആ ഇബ്ലീസിനോട് കൂടി ഫയ്യായിദൻ ലാഹിർ അതും പ്രത്യക്ഷമാണല്ലോ അതും ലാഹിറായതാണല്ലോ എന്താണ് പ്രത്യക്ഷത്തിൽ വന്നതാണല്ലോ. വമൽ അംബിയാഉ അലൈഹിമുസ്സലാം അപ്പോൾ അംബിയാക്കൾ ഫവ്വലുഹും ആദം അലൈഹിസ്സലാം അവരിൽ ആദ്യത്തേത് ആദമാണ്. വഖദ് അൽഹറല്ലാഹു തആല ഹുജ്ജത്തഹു അലാ ഫദ്ലിഹി അപ്പോൾ അള്ളാഹു തആല വെളിവാക്കി അദ്ദേഹത്തിൻ്റെ തെളിവ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയുടെ മേൽ ബിഅൻ അൽഹറ ഇൽമഹു അലൽ മലായികത്തി മലക്കളുടെ മേൽ അദ്ദേഹത്തിൻ്റെ ഇൽമിനെ വെളിവാക്കി കൊടുക്കൽ കൊണ്ട് വദാലിക അത് മഹലുൽ അത് തനിച്ച തെളിവാണ്. വമ്മ നൂഹൻ അലൈഹി സ്വലാം അപ്പോൾ നൂഹ് നബി ഇസ്ലാം ഫഖദ് അഖല്ലാഹു തആല അൻ കുഫാറിനെ തൊട്ട് അവരുടെ കൗലിനെ അദ്ദേഹം ഉദ്ധരിച്ചു അള്ളാഹ് ഉദ്ധരിച്ചു കുഫാറുകളെ തൊട്ട് അവരുടെ ആ കൗലെന്താ കാലു അവർ പറഞ്ഞു യാ നൂഹു ഖദ് ജാദൽതന ഓ നൂഹെ നീ ഞങ്ങളോട് തർക്കിക്കുന്നു ഫക്സർ താങ്കൾ നീ വർദ്ധിപ്പിച്ചു ജിദാല ഞങ്ങളോട് തർക്കം വർദ്ധിപ്പിച്ചല്ലോ എന്ന് അള്ളാഹ് നൂഹ് നബീൻ്റെ ജനതയുടെ കൗല് ഉദ്ധരിച്ചു. അപ്പോൾ മാലൂമിന് അറിയപ്പെട്ടതാണല്ലോ അന്ന തിൽക്കൽ മുജാദിൽ ഈ തർക്കം മാ കാനത്ത് ഫി തഫാസിൽ അഹ്കാമിൽ ഷെറയ്യായ മതവിധികളിലുള്ള വിശദീകരണത്തിലല്ലായിരുന്നു. ബൽ കാനത്ത് ഫി തൗഹീദ് അത് അള്ളാഹ് ഏകനാണെന്നതിലായിരുന്നു. നുബുവത്തിൻ്റെ വിഷയത്തിലുമായിരുന്നു. അപ്പോൾ ഫൽ മുജാദലത്തു ഫി നുസ്രത്തുൽ ഹഖി അപ്പോൾ തർക്കം ഫി നുസ്രത്തുൽ ഹഖി സത്യത്തെ സഹായിക്കുന്നതിലുള്ള തർക്കം ഫി ഹാദൽ ഇൽമി ഈ അറിവിൽ ഹിയത് ഹിർഫത്തുൽ ഈ അറിവിലാണത് ഹിർഫത്തുൽ അംബിയ അത് അംബിയാക്കളുടെ ജോലിയായിരുന്നു ഏത് സത്യത്തെ സഹായിക്കുക എന്നുള്ള തർക്കം. വമ ഇബ്രാഹിം അലൈഹിസ്സലാം ഫസ്തിഖ്സാഉ ഫി ശർഹി അഹ്വാലിഹി ഫി ഹാദൽ ബാബി യതൂലു വലഹു മഖാമാത്ത് ഇസ്തിഖ്സാഉ ഫി ശർഹി അഹ്വാലി അദ്ദേഹത്തിൻ്റെ അവസ്ഥ വിശദീകരിക്കുന്നതിൽ ഈ ബാബിൽ അത് നീണ്ടുപോകും.
ഇബ്രാഹിം അലൈഹി ഇസ്ലാമും തെളിവ് പറയുകയാണ്. വലഹു മക്കാമ, പല മക്കാമുകളുണ്ട് അതിന്. ഇബ്രാഹിം നബിയുടെ ഈ പറഞ്ഞ തെളിവ് അദ്ദേഹം പറഞ്ഞത്. അഹദു, അതിൽ ഒന്നാമത്തത് മാ നഫ്സിഹി വഹു കൗലുഹു, അദ്ദേഹത്തിൻ്റെ നെഫ്സോട് കൂടിയാണ്. അതാ വഹുദ കൗലു, അദ്ദേഹത്തിൻ്റെ കൗലാണ്. ഫലമ്മ ജന്ന അലഹില്ലയിലു, രാത്രിയായപ്പോൾ റാ കൗക്കബൻ, അദ്ദേഹം നക്ഷത്രത്തെ കണ്ടു. കാല, അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് സ്വന്തം അദ്ദേഹം തർക്കിക്കുകയാണ്. അദ്ദേഹം നക്ഷത്രത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതാണ് എൻ്റെ റബ്ബെന്ന്. അങ്ങനെ അതെന്തായി, അത് കെട്ടുപോയപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു ലാഹബുൽ ആഫലിൻ, അസ്തമിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞു. അപ്പോൾ അത് സ്വന്തമായിട്ട് തർക്കം. അതായത് ഹോ തരീഖത്തുൽ മുത്തക്കല്ലിമീന ഫിൽ ഇസ്തിലാലി, ഇത് മുത്തക്കല്ലിമീങ്ങളുടെ മാർഗമാണ് തെളിവ് പിടിക്കുന്നതിൽ. ബി തകയ്യുരിഹ അല ഹുദൂസിഹ, ഹുദൂസിൻ്റെ മേൽ തകയ്യുറാകൽ കൊണ്ടിട്ട് തെളിവ് പിടിക്കുന്നതിൽ മുത്തക്കല്ലിമീങ്ങളുടെ മാർഗമാണിത്. അപ്പോൾ എന്താണ് ബി തകയ്യുരിഹ, ഈ ലോകം എന്താണ് തകയ്യുറാകുന്നുണ്ട്, അതുകൊണ്ട് അവർ തെളിവ് പിടിക്കും മുത്തകല്ലീമിങ്ങൾ. അലാ ഉദൂസി, ആ ലോകം പുതുതായി ഉണ്ടായതാണെന്ന് എന്ന് തെളിവ് പറയും. എന്താ കാര്യം, ആ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സുമ്മ ഇന്നല്ലാഹു തആല, പിന്നെ അല്ലാഹു തആല മദഹു അലാ താലിക, അതിൻ്റെ മേൽ മദഹ് ചെയ്തു. ഫഖാല അള്ളാഹ് പറഞ്ഞു വത്തിൽക ഹുജ്ജത്തുനാ ആതൈനാ ഇബ്രാഹിം അലാ ഖൗമിഹി, അതാകുന്നു നമ്മുടെ തെളിവാണ്, നമ്മ അതിനെ നൽകി ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തിൻ്റെ ജനതയുടെ മേൽ നൽകിയ തെളിവാണെന്ന് പറഞ്ഞു. വസാനിഹ, ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ തർക്കം ഹാലുഹു മാ അബിഹി, പിതാവിനോടുള്ള അവസ്ഥയാണത്. ബഹു കൗലു, അത് അദ്ദേഹത്തിൻ്റെ കൗലാണ്. യാബത്ത്, എൻ്റെ പിതാവേ, ലിമ തഅബുദു, നിങ്ങളെന്തിനാ ആരാധിക്കുക, മാല യസ്മഉ വലാ യുബ്സിറു, കേൾക്കാത്തതും കാണാത്തതുമായതിനെ, വലാ യുഗ്നി അൻക ശൈഅ, അങ്ങക്ക് ഉപകരിക്കാത്തതിനെ എന്തിനാ അങ്ങ് ആരാധിക്കുന്നതെന്ന്. അപ്പോൾ ഇബ്രാഹിം നബി പിതാവിനോട് തർക്കിച്ചു. അപ്പോൾ സാലിസ, മൂന്നാമത്തേത് ഹാലുമാ ഖൗമിഹി, അദ്ദേഹത്തിൻ്റെ ജനതയോട് കൂടിയാണ്. താറത്തം ബിൽ ഖൗൽ, ചില സമയത്ത് വാക്കുകൊണ്ട് തർക്കിക്കും. വഖുറാബിൽ ഫീൽ, ചില സമയത്ത് എന്താണ്, മറ്റൊരു സമയത്ത് അദ്ദേഹം പ്രവൃത്തി കൊണ്ട് തർക്കിച്ച. വമ്മാബിൽ ഖൗലി, വാക്കുകൊണ്ട് എങ്ങനെ തർച്ച, അത് കൗല്, അദ്ദേഹത്തിൻ്റെ കൗലാണ് ആ തർക്കം. മാ ഹാദി തമാസിലത്തി അൻതും ലഹ ആകിഫൂൻ, ഈ ഉപമകൾ, ഈ ഉണ്ടാക്കിയ വസ്തുക്കൾ നിങ്ങളെന്തിനാണ് അല്ലത്തി അൻതും ലഹ ആക്കിഫു, നിങ്ങളതിനെ എന്താണ് വണങ്ങുന്നത് എന്ന് ചോദിച്ചിട്ട്. വമ്മാബിൽ ഫീൽ, അപ്പോൾ ഫീല് കൊണ്ട് കൗൽ, അത് അദ്ദേഹത്തിൻ്റെ കൗലാണ്. എന്താണ്, അള്ളാഹിൻ്റെ കൗലാണ്. ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ, അദ്ദേഹം എന്ത് ചെയ്തു, ആ ബിംബങ്ങളെല്ലാം തച്ചുടച്ചിട്ട് വലിയ ബിംബത്തെ മാത്രം ഒഴിവാക്കി അവരതിലേക്ക് മടങ്ങി വരാൻ വേണ്ടി. അതായത് അവരാഘോഷത്തിന് പോയപ്പോൾ അവരുടെ ബിംബങ്ങളിൽ വലിയ ബിംബത്തെ വെച്ച് മറ്റു ബിംബങ്ങളെല്ലാം തകർത്തിട്ട് തകർത്ത കോടാലി വലുതിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടെന്നല്ലേ പറഞ്ഞ. അങ്ങനെ അദ്ദേഹം പ്രവൃത്തി കൊണ്ടിട്ടും അവരോട് തർക്കിച്ചിട്ടുണ്ട്. വറാബിഹ, നാലാമത്തത് എന്താണ്, ഹാലുമാ മലിക്കിൻ സമാനിഹി ഫി ഖൗലിഹി, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ രാജാവിനോടുള്ള തർക്കമാണത്. അദ്ദേഹം പറഞ്ഞല്ലോ നമ്രൂദിനോട്, റബ്ബി അല്ലദീ യുഹ്യി വ യുമീത്ത്, എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും. ഖാല അന ഉഹ്യി വ ഉമീത്തു, ഖാല, അവൻ പറഞ്ഞു അന ഉഹ്യി വ ഉമീത്തു, ഞാൻ മരിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജാവിനോട് തർക്കിച്ചു. ഇലാഹിരി, എൻ്റെ അവസാനം വരെ. അത് അവിടെ ശരിക്കും നോക്കിയാലാണ് ചരിത്രം മനസ്സിലാവുള്ളൂ കേട്ടോ. വക്കുല്ലുമാ സലിമത്ത് ഫിത്രത്തുഹു, അപ്പോൾ പ്രകൃതി രക്ഷപ്പെട്ട എല്ലാം, അലിമ, എല്ലാവരും അറിയും, അന്ന ഇൽമൽ കലാമി, നല്ല പ്രകൃതിയുള്ള എല്ലാവർക്കും അറിയാം, അവനറിയും, അന്ന ഇൽമൽ കലാം, ഇൽമുൽ കലാം ലൈസബി ഇല്ലാ തഖരീറ ഹാദി ദലാൽ, ഈ തെളിവുകളെ അംഗീകരിക്കലല്ലാതെ അല്ല, വദഫൽ അസലത്തി, ചോദ്യങ്ങളെ തടയലല്ലാതെ അല്ല, വൽ മുആറദാത്തി, അതിനെ തൊട്ടുള്ള മുആറദ അല്ലാതെ അല്ല. അപ്പോൾ ഫാദാ കുല്ലുഹു, ഇത് മുഴുവനും ബാസ് ഇബ്രാഹിം അലൈഹി സ്വലാം ഫിൽ മബ്ദായി, തുടക്കത്തിൽ ഇബ്രാഹിം നബി ഇസ്ലാം, ഇതെല്ലാം ഇബ്രാഹിം നബിയുടെ ബാസായിരുന്നു, ചർച്ചയായിരുന്നു. വമാ ബാസു ഫിൽ മആദി, അപ്പം അവസാനത്തിലെ അദ്ദേഹത്തിൻ്റെ ചർച്ച എന്തായിരുന്നു, ബാസ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി അരിനി കൈഫ തുഹീൽ മൗത്താ, എൻ്റെ റബ്ബേ, എന്നെ എങ്ങനെയാണ് നീ മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് എനിക്ക് കാണിച്ചു തരിക, ഇലാഹിരിൻ്റെ അവസാനം വരെ. അപ്പോൾ അത് അവസാനം പുനർജന്മത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച പോയത്. അപ്പോൾ അമ്മ മൂസ അലൈഹി മൂസാ നബിയോ, ഫൻളൂർ നോക്കുക ഇലാ മുനാദർത്തി ഫിർഔന ഫി തൗഹീദി വന്നുബുവത്തി, അദ്ദേഹത്തിൻ്റെ മുനാദറ എങ്ങനെയായിരുന്നു, തർക്കം ഫിർഔൻ്റെ കൂടെ
തൗഹീദിൻ്റെ വിഷയത്തിലും നുബുവത്തിൻ്റെ വിഷയത്തിലും താൻ നബിയാണെന്നും അള്ളാഹ് ഏകനാണെന്നും എന്ന വിഷയത്തിൽ ഫിറഔൻ്റെ കൂടെയുള്ള തർക്കം. അമ്മ തൗഹീദു, അപ്പോൾ തൗഹീദിൻ്റെ വിഷയത്തിൽ തർക്കം ഫാലം എന്ന് പറയണം. അന്ന മൂസ അലൈഹി സ്വലാം ഇന്നമാ യു അവ്വിലു ഫി അക്സറിൽ അമ്രി അലാ ദലായിൽ ഇബ്രാഹിം അലൈഹി സ്വലാം. അദ്ദേഹം മുഴുവൻ കാര്യങ്ങളിലും ഇബ്രാഹിം അലൈഹി സ്വലാമിന് തെളിവിൻ്റെ മേലാണ് അവലംബിച്ചത്. വദാലിക്കത് കാരണം അന്നല്ലാഹു തആല ഹക്കാഫി സൂറത്തി ത്വാഹ സൂറത്തിൽ അള്ളാഹ് ഉദ്ധരിച്ചല്ലോ, ഖാല ഫമൻ റബ്ബുക്കുമാ യാ മൂസ. ഫിറൗൻ ചോദിച്ചല്ലോ, നിങ്ങളുടെ രക്ഷിതാവ് ആരാണ് ഓ മൂസ, നിങ്ങൾ രണ്ടുപേരും റബ്ബ് ആരാണെന്ന്. അപ്പം മൂസാ നബി പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു, സൃഷ്ടികൾ അവൻ്റെ സൃഷ്ടിക്ക് മുഴുവനും നൽകിയവൻ, അതുപോലെ തന്നെ സുമ്മഹദ, പിന്നെ അവർക്ക് സന്മാർഗം നൽകിയവനാണ് എന്ന് പറഞ്ഞു. വാദാഹു ദലീലുൽ അക്കർ ഇബ്രാഹിം അലൈഹി സ്വലാം ഫി ഖൗലിഹി അല്ലദീ ഖലഖനി വഹു യഹ്ദി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പറഞ്ഞ തെളിവ്, മൂസാ നബി പറഞ്ഞ തെളിവ് ഇബ്രാഹിം നബി പറഞ്ഞത് തന്നെയാണ്. ഇബ്രാഹിം പറഞ്ഞല്ലോ, അല്ലദീ ഖലഖനി വഹു യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ച് എനിക്ക് സന്മാർഗം നൽകി എന്ന് പറഞ്ഞല്ലോ എൻ്റെ റബ്ബ്. വഖാല ഫി സൂറത്ത് ഷൂറാ സൂറത്തിൽ പറഞ്ഞു, റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ എന്ന് പറഞ്ഞു, നിങ്ങളുടെയും നിങ്ങളുടെ മുൻഗാമികളുടെയും റബ്ബാന്ന് പറഞ്ഞു. വഹാദായത് ഹുവല്ലദീ ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലം പറഞ്ഞു തന്നെയല്ലേ, എന്താണ് റബ്ബി അല്ലദീ യുഹ്യി വയുമീതു, എൻ്റെ റബ്ബ് എന്നെ ജീവിപ്പിക്കുന്നു, എന്നെ മരിപ്പിക്കുന്നു. അങ്ങനെ ഫലമ്മ യക്തഫി ഫിർഔനു ബിദാലിക, അപ്പോൾ ഇതുകൊണ്ട് ഫിറൗൻ മതിയാക്കാതെ വന്നപ്പോൾ താലബഹു ബി ഷൈഇൻ ആഖറ, മറ്റൊന്നും കൂടി തേടി. അപ്പോൾ കാലം മൂസാ നബി പറഞ്ഞു, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, അവൻ കിഴക്ക് പടിഞ്ഞാറിൻ്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞു. വഹാദ, അപ്പോൾ ഇത് യുനബ്ബിഹുക, നിന്നെ ഉണർത്തുന്നു, അല അന്ന തമസ്സുക ബി ആദി ദലായിലി, ഈ തെളിവുകളെ കൊണ്ട് തെളിവൊഴിക്കൽ ഹിർഫത്തു ഹാഹുലായിൽ മാസൂമിന, ഈ മാസൂമിങ്ങളായ നബിമാരുടെ ജോലിയായിരുന്നു. വന്നഹും കമസ്തഫാദൂഹ മിൻ ഉഖൂലിഹിം, അവരൊക്കെ ഇത് സമ്പാദിച്ചത് അവരുടെ ബുദ്ധികളിൽ നിന്ന് സമ്പാദിച്ചപ്പോൾ ഫഖദ് തവാറസൂഹ മിൻ അസ്ലാഫിഹിം ളാഹിരീൻ, അതിനെന്ത് ചെയ്തു, തവാറസൂഹ, അവരെന്ത് ചെയ്തു, അവരതിനെ അനന്തരമെടുത്തത് അവരുടെ അസ്ലാഫുകളിൽ നിന്നാണ്, ശുദ്ധമാരായ സലഫുകളിൽ മുൻഗാമികളിൽ നിന്നാണ് അവരതിനെ അനന്തരമായി എടുത്തത്. വമൽ ഇസ്തിദലാൽ മൂസാൽ നുബുവത്തി, ഇനി വമ്മ ഇസ്തിദലാൽ മൂസാ നബിയുടെ തെളിവെടുക്കൽ നുബുവത്തിൻ്റെ മേൽ ബിൽ മോജിദത്ത് കൊണ്ടാണ്. ഫഫി കൗലി, അപ്പോൾ അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, അവല ഔ ജഅ്തുക ബി ഷൈഇൻ മുബീൻ, ഞാൻ നിങ്ങൾക്കൊരു വ്യക്തമായ വസ്തു കൊണ്ടുവന്നാലോ നിങ്ങൾ വിശ്വസിക്കുമോ? വഹാദ ഇത് ഹുവൽ ഇസ്തിദലാണ് ബിൽ മോജിദത്തി അല സിദ്ദിഖി, സത്യത്തിൻ്റെ മേൽ മോജിദത്ത് കൊണ്ടുവന്ന് തെളിവെടുക്കലാണ്. അദ്ദേഹം സത്യവാനാണ്, അദ്ദേഹം നുബുവത്തിൽ സത്യസന്ധനാണ് എന്നതിൻ്റെ മേൽ മോജിദത്ത് കൊണ്ട് തെളിവെടുക്കലാണ്. വമ്മ മുഹമ്മദ് അലൈഹി സ്വലാം, മുഹമ്മദ് നബിതങ്ങളും ഫസ്തിഖാലുഹു ബി ദലായില തൗഹീദി, നബിതങ്ങൾ ജോലിയായത് തെളിവ് കൊണ്ട്, തൗഹീദിൻ്റെ മേൽ തെളിവ് കൊണ്ടും നുബുവത്തിൻ്റെ മേലും വൽ മആദി, അതുപോലെ തന്നെ പുനർജന്മത്തിൻ്റെ മേലൊക്കെ ഉള്ള തെളിവ് കൊണ്ട് ജോലിയാകൽ അൽഹറു, അത് പ്രത്യക്ഷം അൽഹറാണ്. മിൻ യുഹ്താജ ഫീല തത്വീൽ, അത് ദീർഘിച്ചു കൊണ്ടുവരുന്നതിലേക്ക് ആവശ്യമാകുന്നതിനേക്കാൾ എന്താണ് വെളിവാണ്. കാരണം ഫൈനൽ ഖുർആന മംലൂഅൻ മിൻഹു, ഖുർആൻ അതിനാൽ നിറക്കപ്പെട്ടതാണല്ലോ, നബി കൊണ്ടുവന്ന തെളിവ് നിറക്കപ്പെട്ടതല്ലേ. വലഖദ് കാന അലൈഹിസ്സലാം, നബി തങ്ങളായിരുന്നു മുബ്തലം ബി ജമീ ഫിറഖിൽ കുഫാർ, കാരണം മുഴുവൻ കാഫിരീങ്ങളുടെ മുഴുവൻ പാർട്ടികളെ കൊണ്ടും നബി പരീക്ഷിക്കപ്പെട്ട ആളാണ്. മുഴുവനും നബി തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു എല്ലാ വിഭാഗം അവിശ്വാസങ്ങളും. ഫൽ അവ്വലു, അപ്പോൾ ഒന്നാമത്തത് അദ്ദഹരിയത്തു, ദഹരിയക്കാരാണ്. കാഫിരീങ്ങളുടെ മുഴുവൻ പാർട്ടികളും നബിയുടെ കാലത്തുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അത് ഒന്നാമത്തെ വിഭാഗം ഏതാണ്? അദ്ദഹരിയത്തു, ദഹരിയക്കാരാണ്. അല്ലദീന, എങ്ങനത്തെ ദഹരിയക്കാരാ? കാനു യഖൂൽ, അവർ പറഞ്ഞിരുന്നു, വമാ യുഹ്ലികുന ഇല്ല ദഹ്റു, ഞങ്ങളെ കാലമല്ലാതെ ഞങ്ങൾ നശിപ്പിക്കുന്നില്ല, അതായത് പ്രകൃതിവാദകരായിരുന്നു. അല്ലാഹു തആല അബ്തല ഖൗലുഹും ബി അൻവാഇ ദലായിൽ, പല തെളിവുകളെ കൊണ്ടും അവരുടെ കൗലിനെ അള്ളാഹ് ബാത്തിലാക്കി, പല തെളിവുകളെ കൊണ്ടും ബാത്തിലാക്കി. ഏതൊക്കെയാണത്? പല തെളിവുകളെ കൊണ്ടും അവരെ അള്ളാഹ് ബാത്തിലാക്കി.
അപ്പോൾ രണ്ടാമത്തെ വിഭാഗം ഏതായിരുന്നു? അല്ലദീ യുൻകിറൂനൽ ഖാദിറൽ മുഖ്താറ. നബിയുടെ കാലത്തുണ്ടായിരുന്ന കാഫിര്യങ്ങൾ രണ്ടാമത്തെ വിഭാഗം, അവർ മുഖ്താറായ ഖാദിറിനെ, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള കഴിവുള്ള അള്ളാഹുവിനെ അവർ നിഷേധിച്ചു. അള്ളാഹു താല അബുത്തല കൗലഹും, അപ്പോൾ അള്ളാഹ് അവരുടെ വാക്കിനെ എന്താക്കി നിഷ്ഫലമാക്കി. യൂദൂസ് അൻവായി നബാത്തി വാസ്നാഫിൽ ഹയവാനാത്തി. എന്തുകൊണ്ടിട്ട്? വ്യത്യസ്ത ചെടികളും വ്യത്യസ്ത ജീവികളെയും ഉണ്ട് എന്നതുകൊണ്ട്. മായിസ്തിറാക്കിൽ കുല്ലി, എല്ലാം പങ്കാണ്. ഫിത്തവായി, പ്രകൃതിയിൽ പങ്കാണ്. തഹസീൽ അഫ്ലാക്കി, ഗോളങ്ങളുടെ ചലനങ്ങളിലും എല്ലാം പങ്കാകലോടുകൂടി. വ്യത്യസ്തങ്ങളായ എന്ത് ചെയ്യുന്നു? ചെടികളും വ്യത്യസ്തങ്ങളായ മനുഷ്യരും ജീവികളുണ്ടാകുന്നു. അപ്പോൾ അതാലിക്കത് യദുല്ലു അലാ വുജൂദിൽ ഖാദിർ. അപ്പോൾ ഇത് അറിയിക്കുമല്ലോ കഴിവുള്ള അള്ള ഉണ്ട് എന്നതിൻ്റെ മേൽ, ഖാദിറായ അള്ള ഉണ്ടെന്നതിൻ്റെ മേൽ തെളിവാണെന്ന്. അങ്ങനെ തെളിവ് പറഞ്ഞു. വസ്സാലിസ് മൂന്നാമത്തെ വിഭാഗം ഏതാണ്? അല്ലദീന അസ്ബത്തു ശരീക്കൻ മാ അല്ലാഹി തആല. അള്ളാഹിനോടൊപ്പം പങ്കുകാരെ ചേർത്ത ആളുകൾ നബിയുടെ കാലത്തുണ്ടായിരുന്നു. അതാലിക്ക ശരീക്കു, ആ ശരിക്ക് ആ പങ്കുകാരൻ ഇമായക്കുന ഉലുവിയൻ ഔ സുഫ്രിയ, ഒന്നുകിൽ മുകളിലുള്ള ആളാകണം, ആകാശലോകത്തെ ആളായിരിക്കണം, അല്ലെങ്കിൽ സുഫ്രിയ, അല്ലെങ്കിൽ ഭൂമി ലോകത്തുള്ള ആളായിരിക്കും. അമ്മ ശരീക്കുൽ ഉൽവിയ, അപ്പോൾ ഉലുവിയ ശരീക്ക് അത് ഫമിസ്ലു മൻ ജാലൽ കവാക്കിബ മുഅസ്സിറത്തൻ ഫി ഹാദൽ ആലമി. അത് ഒരുത്തരുടെ പോലെയാണ്. അവരെന്ത് ചെയ്തു? നക്ഷത്രങ്ങളെ അവർ മുഅസ്സിറത്താക്കി. ഫി ഹാദൽ, ഈ ലോകത്തിൽ നക്ഷത്രങ്ങൾ ഫലം ചെയ്യിപ്പിക്കുന്നതാണെന്ന് പറയുന്ന ആളുകളാണ്. വല്ലാഹു തആല അബ്തലഹു, അള്ളാഹ് അതിനെ വാതിലാക്കിയല്ലോ. ബി ദലീലിൽ ഖലീലായ ഇബ്രാഹിം നബിയുടെ കൗല് കൊണ്ട്. ഫി കൗലി, അള്ളാഹിൻ്റെ കൗൽ ഫലമ്മ ജന്ന അലൈഹി ലൈലു എന്ന് പറഞ്ഞില്ലേ, രാത്രി ഇരുട്ടായപ്പോൾ എന്ന് പറഞ്ഞില്ലേ, ആ കൗല് കൊണ്ട്. ഇനി അമ്മ ശരീക്ക് സുഫർ, ഇനി താഴെയുള്ള ശരീക്ക്, ഭൂമി ലോകത്തുള്ള ശരീക്ക് എന്ന് പറഞ്ഞ ആളുകളോ അത് നസാറാക്കളാണ്. കാല് അവർ പറഞ്ഞു ബി ഇലാഹിയത്തിൽ മസി, ഈസാ നബി ഇലാഹാണെന്ന് അവർ പറഞ്ഞു. വാബദത്തുൽ ഔസാൻ, അതുപോലെ തന്നെ ബിംബാരാധകരുമാണ്. കാലു ബി ഇലാഹിയത്തിൽ ഔസാൻ, അവരും പറഞ്ഞു എന്താണ്? ബിംബങ്ങൾ ആരാധകരാണെന്ന് അവർ പറഞ്ഞു. അല്ലാഹു തആല അക്സറ മിനദ് ദലായില അലാ ഫസാദി കൗലി, അവരുടെ കൗല് ഫസാദാണ് എന്നതിൻ്റെ മേൽ തെളിവുകളിൽ നിന്ന് അള്ളാഹ് അധികരിപ്പിച്ചു. ഒരുപാട് തെളിവുള്ള കൊണ്ടുവന്നിട്ടുണ്ട്. അറാബി, നാലാമത്തെ വിഭാഗം അല്ലദീന തഅനു ഫി നുബുവത്തിൽ ആക്ഷേപിച്ചവരാണ്. വഹും ഫരീഖാൻ, അവർ തന്നെ രണ്ട് വിഭാഗമുണ്ട്. നുബുവത്തിൽ ആക്ഷേപിച്ചവർ, നബിയെ നിഷേധിക്കുക, നബിത്വത്തെ നിഷേധിക്കുക, അത് രണ്ട് വിഭാഗം. അഹദു, രണ്ടിലൊന്ന് അല്ലദീന തഅനു ഫി അസ്ലി നുബുവത്ത് തന്നെ ഇല്ല എന്ന് ആക്ഷേപിച്ചു. വഹുമുല്ലദീന ഹഖല്ലാഹു, അവരാണ് ഒരുത്തർ അള്ളാഹ് അവരെ തൊട്ട് ഇക്കായത് അന്നഹും കാലു, അവർ പറഞ്ഞു അപ്പോൾ അസല്ലാഹു ബഷറൻ റസൂല, അള്ളാഹ് മനുഷ്യനെ റസൂലായിട്ട് അയക്കുകയോ എന്നപ്പോൾ നുബുവത്തിനെ തീരെ തന്നെ നിഷേധിച്ച ആളുകളുണ്ട്. വസാനി, രണ്ടാമത്തെ വിഭാഗം ഏതാണ്? അല്ലദിന സല്ലമു അസ്ലൻ നുബുവത്തിനെ നിഷേധിച്ചിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ വതഅനുഫി നുബുവത്തി മുഹമ്മദ് നബിയുടെ നുബുവത്തിനെ ആക്ഷേപിച്ചവർ. വഹുമുൽ യഹൂദു വൻ നസാറ, അവർ ആരാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അപ്പോൾ ഖുർആൻ, അപ്പോൾ ഖുർആൻ മംലൂഅ മിനർ റദ്ദി അലൈഹി, അവരുടെ മേൽ എന്താണ്? മറുപടി കൊണ്ട് നിറക്കപ്പെട്ടതാണ്. അവർക്ക് അതിനുള്ള മറുപടിയൊക്കെ അള്ളാഹ് ഖുർആനിൽ കൊടുത്തിട്ടുണ്ട്. സുമ്മ ഇന്ന തഅനഹും ഫി വുജൂഹിൻ താറത്തൻ ഫി ദാനി ഫിൽ ഖുർആൻ. സുമ്മ ഇന്ന തഅനഹും, പിന്നെ അവരുടെ ആക്ഷേപം ഫി വുജൂഹിൻ പല മാർഗങ്ങളിലുള്ളതാണ്. അതായത് താറത്തം ബി താനി ഫിൽ ഖുർആൻ, ചിലപ്പോൾ ഒരു ഖുർആനിൽ ആക്ഷേപിക്കും. ഫഅജാബ അല്ലാഹു, അപ്പോൾ അള്ളാഹ് മറുപടി കൊടുത്തു ബി കൗലിഹി ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലം മാ ബഅൂലത്തൻ, അള്ളാഹ്ക്ക് ലജ്ജയില്ല അവനൊരു ഉപമ ഉണ്ടാക്കാൻ. മസലം മാ ബഅൂലത്തൻ, എന്തിനെ? കൊതുകിനെ ഉപമയാക്കൽ അള്ളാഹ്ക്ക് എന്താ ലജ്ജിക്കുകയില്ല. വതാർത്തം ബിൽത്തിമാസി സാലിൽ മുജിദാത്തി, ചില സമയത്ത് മറ്റ് മുജിദത്തുകളെ കൊണ്ടാകും അവരെന്ത് ചെയ്യുക? ആക്ഷേപിക്കുക. അപ്പോൾ കൗല് അള്ളാഹ് പറഞ്ഞല്ലോ അപ്പോൾ കാലുലൻ നുമനലക്ക ഹത്താ നഫ്ജുറലന മിനൽ അർളി യംബുവാന്ന്, ബിൽത്തിമാസി എന്നാണ് കേട്ടോ. ചില സമയങ്ങൾ അവരെന്ത് ചെയ്യും? ആക്ഷേപിക്കുക. മറ്റ് മോചിതത്ത് തേടിക്കൊണ്ടായിരിക്കും. അവർ പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ കൗല് പോലെ എന്താണ്? വക്കാലു, അവർ പറഞ്ഞില്ല എന്നു ഉമിനലക്ക ഹത്താ നഫ്ജുറ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കൂല
ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്നും നീ ഞങ്ങൾക്ക് നദി ഒഴുക്കി തന്നാലല്ലാതെ തരുന്നത് വരെ. വത്താറത്തൻ ചില സമയത്ത് ബിഅന്നഹാദൽ ഖുർആൻ ഈ ഖുർആൻ നസല നജ്മൻ അത് ഘട്ടം ഘട്ടമായിട്ട് ഇറങ്ങി എന്നതിനെ അവർ പറഞ്ഞുകൊണ്ട് അവർ ആക്ഷേപിക്കും. അത് യൂജിബു അതെന്ത് ചെയ്യും തത്തറുക്ക തുഹുമത്തിലൈഹി അതെന്ത് ചെയ്യും നബിയിലേക്ക് തുഹുമത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫാജാബ് അള്ളാഹു മറുപടി പറഞ്ഞു കദാലിക സബ്ബിത ബി ഫുആദക അങ്ങനെ ചെയ്തത് അങ്ങയുടെ ഹൃദയത്തെ നാം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന്. അൽ ഖാമിസ് ഇനി അഞ്ചാമത്ത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞത് ഇനി അഞ്ചാണ് കേട്ടോ. നുബുവത്തിൽ ആക്ഷേപിക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ 2 പറഞ്ഞു. ഇനി അടുത്തത് അഞ്ചാമത്തെ വിഭാഗം ഏതാ? അതായത് നബിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന അഞ്ചാമത്തെ വിഭാഗം കാഫിര്യങ്ങൾ. അല്ലദിന നാസഉ ഫിൽ ഹശ്രി വൻ നശ്രി അവർ പുനർജന്മത്തിലാണ് തർക്കിച്ചത്. വല്ലാഹു തആല ഔറദ അലാ സിഹത്തി ദാലിക അള്ളാഹ് കൊണ്ടുവന്നു അത് ശരി അതിൻ്റെ സിഹത്തിൻ്റെ തെളിവാണ് അത് ശരിയാണെന്നതിൻ്റെ മേൽ കൊണ്ടുവന്നു. വലാ ഇബ്താലി കൗലിൽ മുൻകിരിങ്ങളുടെ കൗല് ബാത്തിലാക്കലിൻ്റെ മേൽ അള്ളാഹ് തെളിവ് കൊണ്ടുവന്നു. അൻവാൻ കസീറത്തൻ പല തെളിവുകളും കൊണ്ടുവന്നു. അസാസിന് 6ാമത്തെ വിഭാഗം അല്ലദിന താനുഫി തക്ലീഫിൽ അവർ ആക്ഷേപിച്ചു. താറത്തഞ്ച് സമയത്ത് വെന്നുല ഫായിദത്തെ ഫി തക്ലീഫിൽ ഫായിദയില്ല. അപ്പോൾ ഫാജാബല്ലാഹു അൻഹു അപ്പോൾ അള്ളാഹിന് മറുപടി കൊടുത്തു ബി കൗലി ഇൻ അഹ്സൻതും ലി അൻഫുസിക്കും ഇൻ അസഅ്തും ഫലഹ നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നന്മ ചെയ്തത്, നിങ്ങൾ മോശം ചെയ്താൽ അതിൻ്റെ കുറ്റം നിങ്ങളുടെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ താറത്തൻ ചില സമയത്ത് ബി അന്നൽ ഹഖ ഹുവൽ ജബറു തക്ലീഫിൽ അവർ ചില സമയത്ത് ആക്ഷേപിച്ചെങ്ങനെയാണ് ബി അന്നൽ ഹഖ ഹുവൽ ജബർ ഹഖ് ഹുവൽ ജബറാണെന്ന്. വാന്നഹു യുനാഫി അത് യുനാഫി സിഹത്ത തക്ലീഫ് സഹിയാണെന്നുള്ള എതിരാകും. വാജാബ് അള്ളാഹു താലാൻ അപ്പോൾ അതിനുള്ള മറുപടി കൊടുത്തു ബിഅന്നു ലാ യസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ അള്ളാഹ് അതിന് മറുപടി കൊടുത്തെന്താ അള്ളാഹുവിനോട് ചോദിക്കപ്പെടൂല അവൻ ചെയ്യുന്നതിനെ പറ്റി, പക്ഷെ അവരോട് ചോദിക്കപ്പെടുന്നു. വൈന്നമ ഇക്തഫൈന ഫി ഹാദൽ മഖാമി നാം മതിയാക്കി ഈ സ്ഥലത്ത് ബി ആദിൽ ഇഷാറത്തിൽ മുഖ്തസറത്ത് ഈ ചുരുക്കപ്പെട്ട സൂചനകൾ കൊണ്ട് നാം മതിയാക്കി. കാനലി അനൽ ഇസ്തിഖ്സാഫിയ ഇതിലുള്ള ഇസ്തിഖ്സാ മദ്കൂറൻ അത് പറയപ്പെട്ടതാണ്. ഫി ജുംലത്തി അതിൽ ഈ കിതാബിൻ്റെ മുഴുവത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. അതിനെ എന്താണ് ഇസ്തിഖ്സാക്കൽ അതിനെ വിശദീകരിച്ച് പറയൽ അത് ഈ ഖുർആനിൽ മദ്കൂറൻ ഫി ജുംലത്തി ഈ കിതാബിൻ്റെ മുഴുവത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ സബത്ത സ്ഥിരപ്പെട്ടാൽ അന്ന ഹാദൽ ഹിർഫത്ത ഈ ജോലി ഹിയ ഹിർഫത്ത് കുല്ലിൽ അംബിയായി ഇവർ റുസുലി മുഴുവൻ അമ്പിയാക്കന്മാരുടെ റുസുലുകളുടെ ജോലിയാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അലിമുന നമ്മ അറിയും അന്ന തായിന ഫിഹ അതിൽ ആക്ഷേപിക്കൽ ഇമ്മായക്കുന കാഫിറൻ ഔ ജാഹിൻ അപ്പോൾ അതിൽ ആക്ഷേപിക്കുന്ന ആൾ ഒന്നുകിൽ അവൻ അവിശ്വാസിയാണ് അല്ലെങ്കിൽ വിഡ്ഢിയായിരിക്കും. ഇനി അൽ മഖാമുസാനി 2ാമത്തെ മഖാമ് ഫി ബയാനി അന്ന താസിർ ആദിൽ മിനൽ വാജിബാത്തി വയദുല്ലു അലൈഹിൽ മഖൂലു വ മൻഖൂലു. ഇനി 2ാമത്തെ മഖാം എന്താണ്? ഫി ബയാനി അന്ന തഹ്സീല ഹാദൽ ഇൽമി മിനൽ വാജിബാത്തി ഈ ഇൽമു വാജിബാത്തിൽ നിന്നാണ്. വയദുല്ലു അലൈഹിൽ മഖൂലു വ മൻഖൂലു അതിൻ്റെ മേൽ മഖൂലും മൻഖൂലും അതിൻ്റെ മേൽ തെളിവാണ്. മഖാമു സാനി എന്ന് പറഞ്ഞല്ലോ. അമ്മൽ ഇൽമുൽ അവ്വലുഹ എന്ന് പറഞ്ഞ പിന്നെ സാബിഹ റാബിയുഹ സാനിഹ അഹദുഹ അൽ മഖാമുൽ ഉല നമ്മൾ പറഞ്ഞെന്താണ് നമ്മുടെ മദ്ഹബ് സ്ഥിരപ്പെടുത്താൻ നമുക്ക് നഖലിയും അഖലിയുമായ പല മാർഗങ്ങളുണ്ട്. വഹുവ സലാസത്ത് മഖാമാത്ത് എന്ന് പറഞ്ഞല്ലോ 3 മഖാമ്. അൽ മഖാമുൽ അവ്വൽ 1ാമത്തെ മഖാമ് പറഞ്ഞു
അത് ഈ ഇൽമുൽ കലാമിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റിയാണ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ പറയാൻ പോണ രണ്ടാമത്തെ മഖാം. നമ്മൾ ഇതുവരെ പറഞ്ഞു അതിനെപ്പറ്റി അറിഞ്ഞു. ഇനി രണ്ടാമത്തെ മഖാം പറയാണ് ഇൽമുൽ കലാമിനെ പറ്റി. അതാണ് അൽ മഖാമു സാനി ഫി ബയാനി അന്ന തഹ്സീൽ ഹാദൽ ഇൽമി മിനൽ വാജിബാത്തി. ഈ ഇൽമിൻ്റെ തഹ്സീൽ വാജിബാത്തിൽ നിന്നാണ് ഉണ്ടായത്. വയദുലു അലൈഹിൽ മഅഖൂൽ വ മൻഖൂൽ. അതിൻ്റെ മേൽ മഅഖൂലും മൻഖൂലും അറിയിക്കുന്നുണ്ട്. അമ്മൽ മഅഖൂൽ, അപ്പോൾ മഅഖൂൽ ഏതാ? ഫഹുവ അന്നഹു ലൈസ തഖ്ലീദു ബാദി. അത് ലൈസ തഖ്ലീദുൽ ബാദി, ബാലിൻ്റെ തഖ്ലീദല്ല, ഔലയല്ല മിൻ തഖ്ലീദുൽ ബാക്കി, ബാക്കീൻ്റെ തഖ്ലീദിനേക്കാൾ ഔലയല്ല. ഫൈമാ യജൂസ തഖ്ലീദുൽ കുല്ലി. അപ്പോൾ എന്താകും? ഒന്നുകിൽ കുല്ലിൻ്റെ തഖ്ലീദ് അനുവദനീയമാകും. ഫയൽസമുന തഖ്ലീദുൽ കുഫാരി. അപ്പോൾ നമുക്ക് കുഫാറുകളുടെ തഖ്ലീദ് നിർബന്ധമാകും. വൈമാ യൂജിബ തഖ്ലീദുൽ ബാദ്. അപ്പോൾ ഒന്നുകിൽ ചിലരെ തഖ്ലീദിൽ നിർബന്ധമാകാം, ദൂനൽ ബാദ് ചിലരെ കൂടാതെ. ഫയൽസമ യസിറ റജുലു. അപ്പോൾ ഒരു റജുലാകും മുക്കല്ലഫാകും ബി തഖ്ലീദിൽ ബാദ് ദൂനൽ ബാദ്. ചിലരെ തഖ്ലീദ് ചെയ്തു, ചിലരെ തഖ്ലീദ് ചെയ്യാതെ. മിൻ ഗൈരി അൻ യകൂന ലഹു സബീലുൻ ഇലാ അന്നഹു ലിമ ഖദ്ദമ അഹദഹുമ. രണ്ടിലൊരാളെ മുന്തിച്ച് എന്നതിനാണെന്ന് മാർഗമില്ലാതെ ദൂനൽ ആഖിരി മറ്റാളേക്കാൾ. വൈമാൻ ലാ യജൂസ തഖ്ലീദു അസ്ലൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അത് മഖാമു സാനി രണ്ടാമത്തേൽ അടുത്ത വീഡിയോ ചെയ്യാം. മഖാമുൽ അവ്വലല്ലേ പറഞ്ഞ്? അല്ലേ? വഹൗന സലാസ് മഖാമാത്തിൻ. നമുക്കുണ്ട് നമ്മുടെ മദ്ഹബ് സ്ഥിരപ്പെടുത്താൻ പല നഖലിയും അഖലിയുമായ തെളിവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വഹൗന സലാസ് മഖാമാത്തിൻ. ഇവിടെ 3 മഖാമുകളുണ്ട് ഇൽമുൽ കലാമിനെ സ്ഥിരപ്പെടുത്താൻ. അൽ മഖാമുൽ അവ്വലു ഫി ബയാനി ഫദ്ലി ഹാദിൽ ഇൽമി. ഈ അറിവിൻ്റെ ശ്രേഷ്ഠതയെ, അതായത് ഇൽമുൽ കലാമിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി വിശദീകരിച്ചു. അത് 3 വജ്ഹുകളിലൂടെ വിശദീകരിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തേത് മഖാം അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.